السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونصلي على رسوله الكريم أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ആധ്യക്ഷ്യം മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്ത് KN മുസ്തഫ സാഹിബ്, ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടകൻ, ഏവർക്കും പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും വിടാതെ പിന്തുടരുകയും അതോടൊപ്പം സ്നേഹത്തോടുകൂടി എല്ലാ അവസ്ഥയിലും ഒരു സഹോദരനെ പോലെ കൂടെ നിൽക്കുന്ന ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഫാരി സൈനുൽ ആബിദീൻ സാർ, ഉദ്ഘാടന സംഗമത്തിന് സ്വാഗത ഭാഷണം നടത്തിയ മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് കൂടത്തിൽ, പ്രാർത്ഥന നിർവഹിച്ച പ്രിയപ്പെട്ട TK ഉമർ മുസ്ലിയാർ, ഈ ലിസ്റ്റിൽ കാണുന്ന മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ലിസ്റ്റിലെ പേര് വായിക്കുമ്പോൾ ചിലർ വന്നിട്ടുണ്ടാകും, ചിലർ വന്നിട്ടുണ്ടാവുകയില്ല, അതുകൊണ്ട് പേര് വായിക്കുന്നില്ല. ഇതിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ആശംസകൾ അറിയിച്ച് സംസാരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ മുതൽ NA അബൂബക്കർ മാസ്റ്റർ, നാസർ മാസ്റ്റർ, റഫീഖ് സക്കരിയ ഫൈസി തുടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട EPK അയ്യൂബ്, EA നാസർ, PM സാദിഖ്, അഡ്വക്കേറ്റ് K ഷുഐബ് തങ്ങൾ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെ, ഇവിടെ നന്ദി പറഞ്ഞ അസീസ് കുന്നോത്ത്, എല്ലാറ്റിലുമുപരി ഈ സദസ്സിലിരിക്കുന്ന മഹല്ലിലെ പ്രിയപ്പെട്ട കാരണവന്മാരെ, നമ്മൾ വലിയ സ്നേഹത്തോടുകൂടി നെഞ്ചിൽ ചേർക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, എല്ലാറ്റിലുമുപരി നാളെയുടെ പ്രത്യാശയുടെ വലിയ ഒരു വാതായനം തുറക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഒരു മഹല്ല് ഏറ്റവും പ്രധാനമായും അതിൻ്റെ അന്തരീക്ഷം തീർക്കലാണ്. മാഹൗൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്തരീക്ഷം എന്നാണ്, അറ്റ്മോസ്ഫിയർ. മാഹൗൽ എന്ന പദത്തിൽ നിന്നാണ് മഹല്ല് രൂപാന്തരപ്പെട്ടുണ്ടായത് എന്നാണ് ഭാഷ്യം. അതുകൊണ്ട് തന്നെ മഹല്ല് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ പേരല്ല, മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ പേരല്ല, അതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ പേരാണ്. ഒരു സുന്ദരമായൊരു അന്തരീക്ഷം ആ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയും ഇപ്പുറത്തെ ഹിഫ്ദുൽ ഖുർആൻ കോളേജും അപ്പുറത്തെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഇടവും പാർക്കിംഗ് സൗകര്യവും എല്ലാം നമ്മളെ വാർത്തെടുക്കാനാണ്, നമ്മൾ ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ.
ആ ഒരു നല്ല അന്തരീക്ഷത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിൽ ധാരാളം ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പങ്കാളികളായവരാണ്. നിങ്ങളുടെ ഈ മഹല്ല് വളരെ പ്രസിദ്ധമായ ഒരു ദർസി കൂടിയാണ്. ആ ദർസ് നടന്നതുകൊണ്ടാണ് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ടാവുക. പഴയ കാലത്ത് ആളുകൾക്ക് പള്ളി നിർമ്മിക്കാനേ സാധിച്ചുള്ളൂ. ആ പള്ളിയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് എല്ലാറ്റിനേക്കാളും ഉയരത്തിലുമുള്ളത് സ്ഥാനം കൊണ്ട്. അതിനുശേഷം പിന്നെയും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നു. അന്തരീക്ഷമുണ്ടാക്കലാണ് സത്യത്തിൽ മഹല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അന്തരീക്ഷം മെല്ലെ പടിയിറങ്ങുന്നുണ്ടോ മനസ്സിൽ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം പരിപാടികളുടെ ആ അത്യാവശ്യമുണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വ്യവസ്ഥിതിയേക്കാൾ അപ്പുറത്ത് നിൽക്കേണ്ടത് മനസ്ഥിതിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥിതി ഒരു ഭാഗത്തുണ്ടാകും, മനസ്ഥിതി മറ്റൊരു ഭാഗത്തുണ്ടാകും. എല്ലാ വ്യവസ്ഥിതികളും മനസ്ഥിതി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് എല്ലാ വ്യവസ്ഥിതികളും തുടങ്ങിയിട്ടുള്ളത്. യമനിയമ എന്നാണ് അതിന് സംസ്കൃതിൽ പറയുക. യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടുന്ന നീതിബോധമാണ്. നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു നീതിബോധമില്ലാതെ വരുമ്പോൾ പുറത്തുനിന്ന് നിർബന്ധ യമം വരും. നിർബന്ധമായിട്ടും ഒരു യമം നടപ്പിലാക്കണം. അതിൻ്റെ പേരാണ് നിയമം. ഒന്നുകൂടി പറയാം. ഒറ്റക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ ശല്യപ്പെടുത്തരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നേണ്ടുന്നതിൻ്റെ പേരാണ് യമം. അത് നടന്നില്ല എങ്കിൽ പിന്നെ അവിടെ പോലീസും അതേപോലെ തന്നെ കോടതിയും ഇടപെടുന്നു എന്നതാണ് നിയമം. യമനിയമങ്ങളുടെ ഉള്ളിലാണ് മനുഷ്യന്റെ ജീവിതമുള്ളത്. അതുകൊണ്ട് വ്യവസ്ഥിതികൾ ഒരുപാട് നമുക്കുണ്ട്. നമ്മുടെ മനസ്ഥിതി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നതാണ്. നിയമങ്ങൾ നമുക്കൊരുപാടുണ്ട്, പക്ഷേ യമം എവിടെ നിൽക്കുന്നു എന്നതാണ്. യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന നന്മയാണ്. ഇവിടെ സൈനുൽ ആബിദീൻ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻട്രൊഡക്ടറിയായി ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്ന സൂചന പോലും തന്നു. അവിടെ നമ്മൾ വിചാരിക്കുന്നത് ഖുർആൻ പഠിച്ചിറങ്ങി അങ്ങനൊരു ഉസ്താദായി, അതിന് മുകളിലല്ലേ ഡോക്ടർ, അതിന് മുകളിലല്ലേ കലക്ടർ എന്നൊക്കെയുള്ള ചിന്തയാണ്. നമ്മുടെ മനസ്സിൽ തോന്നേണ്ടത് ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യമാണ്, വാല്യൂസാണ്. പഠനത്തിന് എഡ്യൂക്കേഷൻ എന്നാണ് പറയുക. ആ എഡ്യൂക്കേഷൻ കിട്ടേണ്ടത് സ്കിൽസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരുപാട് കഴിവുകൾ ഉണ്ടാകാനാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഡോക്ടറാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് പഠിക്കുന്നു. PhD എടുക്കാൻ വേണ്ടിയിട്ട് SSLC പഠിക്കുന്നു, +2 പഠിക്കുന്നു, ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു, ചിലർ MPhil പഠിക്കുന്നു, അതിനുശേഷം PhD എടുക്കുന്നു. ഒരുപാട് വർഷങ്ങളുടെ നിതാന്തമായ പരിശ്രമം. ഇനി ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ അവൻ SSLC പഠിക്കുന്നു, +2 പഠിക്കുന്നു, എൻട്രൻസ് എഴുതുന്നു, MBBS ചെയ്യുന്നു. MBBS ചെയ്ത മാത്രം ആളുകളെ, ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം, യൂറോപ്പിലെ പല രാജ്യങ്ങളും ഡോക്ടർ എന്ന് വിളിക്കാറില്ല, ഫിസിഷ്യൻ എന്നാണ് വിളിക്കുന്നത്. PG കഴിഞ്ഞവരെ ചീഫ് ഫിസിഷ്യൻ എന്നാണ് വിളിക്കുക. അതിൽ PhD എടുത്തവരെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ ഡോക്ടർ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ MBBS എടുത്താലും ഡോക്ടർ തന്നെയാണ്. അപ്പൊ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അവന്റെ അറിവിനെ പതിച്ച് അവൻ ഉയരത്തിലെത്തി, അവനൊരു ഡോക്ടറായി എന്നാണ്.
പക്ഷെ അതിനുമപ്പുറം അവന്റെ സ്കിൽസ് പുറത്തെടുക്കുമ്പോഴാണ് അവൻ മഹാനായ ഒരു ഡോക്ടറായി മാറുന്നത്, ബൃഹത്തായ ഒരു ഡോക്ടറായി മാറുന്നത്. ഉദാഹരണത്തിന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാർഡിയാക് ഇഷ്യൂ വന്നാൽ ഡോക്ടറായ ഒരാളുടെ അടുക്കലേക്കല്ല നമ്മൾ പോവുക, സെലക്റ്റീവായ ഒരു ഡോക്ടറുടെ അടുക്കലേക്കാണ് നമ്മൾ പോവുക. കാർഡിയാക് ഇഷ്യൂ വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും ആളുകളെ സജസ്റ്റ് ചെയ്യാറുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുക്കലേക്കാണ്. കാരണം അദ്ദേഹം ഒരു സത്യസന്ധനും അതിൽ കഴിവുള്ള ആളാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ഇന്ന ഡോക്ടർ, ഇന്ന ആശുപത്രി, ഇന്ന ആള് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നമുക്കറിയാം. ഇങ്ങനെ ഒരു മനുഷ്യൻ അറിവിനെ കഴിവാക്കുമ്പോഴാണ് അവൻ ഉദാത്തമായ ഒരു മനുഷ്യനായി മാറുന്നത്. ഉദാഹരണത്തിന് എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് പഠിക്കാം. അത് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് അറിവ് എന്നല്ല, അതിന്റെ പേര് കഴിവ് എന്ന. ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ എത്രയോ ആളുകൾ ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞവരുണ്ടാകും. പക്ഷെ ഇപ്പോഴും നേരാം വണ്ണം ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക്ക് പറയാൻ പ്രയാസമുണ്ടാകും. അയാൾക്ക് അറിവുണ്ട്, പക്ഷെ കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമാറ്റിക്കൽ സെൻസും അദ്ദേഹത്തിനുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് കോൺഫിഡൻസോട് കൂടി 5 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ അറിവിനേക്കാൾ പ്രധാനപ്പെട്ട കഴിവില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഒരു മനുഷ്യന്റെ അറിവ് എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് കഴിവ് എന്നത് തന്നെയാണ്. ആ കഴിവ് ചിലപ്പോൾ ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടാറുണ്ട്. ഒരു മഹല്ലിന്റെ സംഗമവും ഒരു ഹിഫ്ദുൽ ഖുർആന്റെ മുമ്പിലും ഒരു പള്ളിയുടെ പിന്നിലുമായി നമ്മൾ ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് വെക്കരുത്. പുതിയ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പല കുട്ടികളും കഴിവിന്റെ പേരിൽ ഉയർന്നു പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം. ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കറുകറുത്ത ഒരു പയ്യൻ വെളുത്ത ഒരു കുട്ടിയുടെ കുടയിൽ നിന്നു എന്നതിന്റെ പേരിൽ, മഴ വന്നപ്പോൾ കുടയിൽ നിന്നതാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ ഉണ്ടായ ഒരു കാലമാണ്. ആ കാലത്ത് നേരെ പിടിച്ചു തള്ളി ചളിക്കുഴിയിൽ പോയിട്ട് ഈ കുട്ടി വീണു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഉശിരോടെ ഈ വെള്ളക്കുട്ടിയെ തച്ചു. ചരിത്രം നമ്മൾ പഠിക്കണം. ആ തല്ലൽ അതൊരു പക്ഷേ ആ കുട്ടിയെ പ്രകോപിപ്പിച്ചു. എല്ലാ വെള്ളക്കുട്ടികളും കൂടിയിട്ട്, വെള്ളക്കാരെ കുട്ടികളും കൂടി കറുത്ത കുട്ടിയെ അടിച്ച് അവശനാക്കി. രക്തമൊലിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അവൻ അന്ന് തീരുമാനിച്ചത്, ഇടിക്കൂട്ടിൽ എനിക്കൊരു വീരനായി മാറണമെന്ന്, ഏത് വെള്ളക്കാരനെയും അടിച്ചു തകർക്കുന്ന ഒരാളായി മാറണമെന്ന് ആ ദിവസത്തിലാണ് അവൻ തീരുമാനിച്ചത്. ആ ഒരു കഴിവിനെ വികസിപ്പിച്ചിട്ടാണ് അധികമൊന്നും സ്കൂളിൽ പോകാൻ സാധിക്കാതിരുന്നിട്ടും അദ്ദേഹത്തിന് ആഷസ് ക്ലേ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ പുരുഷനാക്കി മാറ്റിയത്. എന്നിട്ട് തന്റെ പതക്കം വാങ്ങിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ ചുഴറ്റിയെറിയുമ്പോഴാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യൻ സമന്മാരാണെന്ന് പറയുന്നത് ഈ ഒരു മതത്തിലെ ഉള്ളൂ എന്ന്. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, അദ്ദേഹത്തിന്റെ ഭാഷ പറയാം. അങ്ങനെയാണ് ആഷസ് എന്ന പേര് മാറ്റിയിട്ട് മുഹമ്മദ് അലി എന്ന പേരാക്കിയത്. അങ്ങനെ ആഷസ് ക്ലേ അന്ന് മുതൽ മുഹമ്മദ് അലി ക്ലേ ആയി മാറി. എന്നും ലോകത്തിലെ ഇടിക്കൂട്ട് വീരനാണ്. ഇടിക്കൂട്ടിലെ ബോക്സിംഗിലെ ഏറ്റവും വലിയ ഇതിഹാസ താരമാണ് മൈക്ക് ടൈസണും അതേപോലെ മുഹമ്മദ് അലി ക്ലേയും. അപ്പൊ ഒരു മനുഷ്യന്റെ കഴിവിനെ ഉയർത്താൻ ഒരു പക്ഷേ വിദ്യാഭ്യാസം പോലും വേണമെന്നുണ്ടാകില്ല. ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നീ ജൂനിയറായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമോ എന്നൊരു കുട്ടിയോട് ചോദിക്കുന്നു. ആ 10ാം ക്ലാസ്സിന്റെ അപ്പുറത്തേക്ക് ആ കുട്ടിക്ക് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിലുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കളിക്കാരനാണ് ഒരു പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ. പക്ഷേ 10ാം ക്ലാസ്സിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പഠിച്ചിട്ടില്ല. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ഞാനിത് കഴിവിനെയും അറിവിനെയും രണ്ടാക്കി പറയാനാണ് ഈ ഉദാഹരണം പറയുന്നത്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണമാണ്. 7ാം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആ പുറത്താക്കപ്പെട്ട കുട്ടി പിന്നീട് ടീച്ചർക്ക് നേരെ കസേര എടുത്തുയർത്തി സ്കൂളിൽ നിന്ന് പുറത്താക്കി. അവസാനം പിന്നീട് കളിയുടെ ലോകത്തേക്ക് മാത്രമായി ഒതുങ്ങി. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ കഴിവ് വേറെയാണ്, ഒരു മനുഷ്യന്റെ അറിവ് വേറെയാണ്.
അറിവും കഴിവും തമ്മിൽ ഒരുമിച്ചാലാണ് അയാൾ ഇതിഹാസ പുരുഷനായി മാറുക. എന്നാൽ അപ്പൊ പഠിപ്പ് വേണ്ട, കഴിവ് മതി എന്നിവിടെ കുട്ടികൾ തീരുമാനിക്കരുത്. നേരത്തെ പറഞ്ഞ അതേ സച്ചിൻ ടെണ്ടുൽക്കറുടെ അടുക്കലേക്ക് എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും ഇന്റർവ്യൂ നടത്തിയപ്പോ ആ ഇന്റർവ്യൂവിൽ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞത്, വിദ്യാർത്ഥികളെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്, ഇത്രമാത്രം ഉയർന്നിട്ടും എനിക്ക് വിദ്യാഭ്യാസമില്ലാതെ പോയല്ലോ എന്നതാണ് എൻ്റെ സങ്കടമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അറിവിനെയും അതേപോലെ കഴിവിനെയും ഒന്നിപ്പിക്കുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം. ഒരു മഹല്ലിന്റെ സംഗമത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പതാ 4 കുട്ടികൾ ഇവിടെ നിന്ന് ഹിഫ്ള് കോളേജിൽ നിന്ന് ഹാഫിളീങ്ങളായി പുറത്തിറങ്ങി. ഞാനൊരിക്കല് എന്റെ വിശ്വാസം പറയാം, ഇനി നാളെ ഇത് യൂട്യൂബിലൊക്കെ വന്നിട്ട്, ഞാൻ എൻ്റെ ഒരു പ്രസംഗവും യൂട്യൂബിൽ ഇടാറില്ല. യൂട്യൂബിൽ നിന്ന് 1000 രൂപ പോലും ഇന്ന് വരെ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. അതുകൊണ്ട് യൂട്യൂബിന്റെ പിന്നിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോ ചില ആളുകൾ, അവിശ്വാസികളായ ആളുകൾ കമന്റ് ഇട്ടേക്കാം. എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം പറയുന്നു. പത്രത്തിന്റെ പരിപാടിയിൽ, കേരളത്തിൽ നടന്നൊരു വലിയ പ്രമുഖ പരിപാടിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു എന്നോട്, നിങ്ങൾ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളെ ആൺകുട്ടികളെ, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മൂത്ത 2 ആൺകുട്ടികളെ എന്താക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്ന്. അന്ന് ഞാൻ കൊടുത്ത മറുപടി, അവർക്ക് അതീവ ബുദ്ധിയുണ്ടെങ്കിൽ, അപാര ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ അവരെ ഒരു ഇസ്ലാമിക് സ്കോളറാക്കി മാറ്റും, ഒരു പണ്ഡിതനാക്കി മാറ്റും. അതല്ല, അത്രമാത്രം ബുദ്ധിയില്ല എങ്കിൽ അവരെ ഭൗതികപരമായ രീതിയിലേക്ക് ഞാൻ പഠിക്കാൻ വിടും എന്നായിരുന്നു മറുപടി. ഞാൻ പറഞ്ഞത്, ഇത് രണ്ടിനെയും ഒരു ക്ലിപ്പാക്കി വിടരുത്. എന്റെ വിശ്വാസം അതാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പഠനം വിശുദ്ധ ഖുർആന്റെ പഠനമാണ്. അതിന് ആഴമേറിയ പഠനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ഉയർച്ച വേറെ തന്നെയാണ്. ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്ന് നമുക്കറിയാം 1743 ജനിച്ച ആളെയാണ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഫാദർ ഓഫ് കെമിസ്ട്രി. പക്ഷേ ഈ കെമിസ്ട്രി മനുഷ്യന്റെ സന്തോഷത്തിൽ എങ്ങനെ പങ്കാളിയാകുമെന്ന് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, 1000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തോട് സംവദിച്ച കിതാബിന്റെ പേരാണ് കീമിയ സആദ എന്ന് പറയുന്ന ഗ്രന്ഥം. കീമിയ സആദ എന്ന് പറഞ്ഞാൽ ആൽക്കമിക് അല്ലെങ്കിൽ ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്നാണ്. അതിന് ഇംഗ്ലീഷ് പുസ്തകം നമുക്ക് കിട്ടും. ആൽക്കമി ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ രസതന്ത്രം എന്നാണ് അതിന്റെ പേര്. സന്തോഷത്തിന്റെ രസതന്ത്രം എഴുതിയത്, അഥവാ മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകാനുള്ള രസതന്ത്രങ്ങൾ എന്ത്, അതിനെന്തൊക്കെ കർമ്മങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് അതിഭൗതികതയുടെ ആഴമേറിയ കിതാബിന്റെയും മുകളിൽ വെക്കാനുള്ള കിതാബായി എഴുതിയ മഹാന്റെ പേരാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നും മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ എന്നും റഫർ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഖാനൂൻ എന്ന് പറയുന്ന സായിപ്പന്മാർ ഖാനൻ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം, മെഡിക്കലിന്റെ വിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം കാണിക്കുന്ന ഗ്രന്ഥം അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന് പറയുന്ന, അങ്ങനെ പേര് പറയാൻ അവർക്കറിയാത്തത് കൊണ്ട് ഖാനൻ എന്ന് വിളിക്കുന്ന അബൂ അലി ഇബ്നു സീനയുടെ ഗ്രന്ഥമാണ്. അബൂ അലി ഇബ്നു സീന എന്താണ് മെഡിസിൻ എന്ന്, ദ ലോ ഓഫ് മെഡിസിൻ, മെഡിസിന്റെ നിയമം എന്ന പുസ്തകം എഴുതി. ആ പ്രിഫൈസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ലോകത്തിലേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്ന പുസ്തകം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എഴുതിയത്. ഭൗതികപരമായ വിദ്യാഭ്യാസത്തിനെ 2ആയി തിരിക്കരുത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് പഠിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത്, ഭൗതിക വിദ്യാഭ്യാസമെന്നും ആത്മീയ വിദ്യാഭ്യാസമെന്നും 2ആയി തിരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കാരണം ഭൗതികപരമായി പഠിക്കുന്ന ഓരോന്നും അവന്റെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന്, ഒരു ഡോക്ടറാണ് എന്ന് വെക്കുക. ആ ഒരു ഡോക്ടറായ മനുഷ്യൻ, അവൻ MBBS കഴിഞ്ഞ്, അവൻ PGയും കഴിഞ്ഞ്, വേണമെങ്കിൽ സൂപ്പർ PGയും കഴിഞ്ഞ് അവൻ ചീഫ് സർജനായി മാറുമ്പോൾ, വേണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന പാവം മനുഷ്യൻ പറയാണ്, സാറേ ഇന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്റെ ഒരേ ഒരു മകനെയാണ് എന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഈ ഡോക്ടറുടെ കൈപിടിച്ച് പറയുമ്പോൾ, വെറും ഭൗതികനായ ഡോക്ടർക്ക് വേണമെങ്കിൽ തോളത്ത് തട്ടിയിട്ട് ഞാനൊരു ചീഫ് സർജനാണ്, ഞാൻ ഉഷാറായിട്ട് അത് ചെയ്യുമെന്ന് സ്വന്തം മേന്മ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാം.
അതല്ലാതെ ദീനിയായ ഒരു മനുഷ്യൻ നന്നായിട്ട് ഖുർആൻ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ജീവൻ അള്ളാഹുവിന്റെ പക്കലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ചീഫ് സർജൻ അകത്തേക്ക് കയറുമ്പോൾ ഈ പാവം മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു കൊള്ളുക, അള്ളാഹുവിന്റെ അരികിലാണ് ജീവനെന്നും അതെന്റെ കയ്യിലല്ലെന്നും അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് എന്ന് പറയുന്ന ദുആ ചൊല്ലിക്കൊണ്ട് ഞാൻ തുടങ്ങൂ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുമ്പോ ഒന്നും കൂടി ബാക്കോട്ട് വന്നിട്ട് പറയാണ്, പിന്നെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങളുടെ മകന്റെ ഇന്നത്തെ ഓപ്പറേഷന് വേണ്ടി അത് സക്സസ് ആകാൻ വേണ്ടി ഇന്നലെ ഞാൻ തഹജ്ജുദിൽ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്ന ഒരു ഡോക്ടറെയാണ് യഥാർത്ഥ ഡോക്ടർ എന്ന് വിശ്വാസികൾ വിളിക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സിനും അതിന് സാധിക്കണമെന്നില്ല. ഒരു വിശ്വാസിയായ ഒരാള് അങ്ങനെ തഹജ്ജുദ് എഴുന്നേറ്റിട്ട് പടച്ചവനെ അല്ലാഹുവേ, നാളെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകനെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ മകനെ ജീവൻ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ എന്ന് ഒരു ചീഫ് സർജൻ ദുആ ചെയ്ത് പിറ്റേന്ന് രാവിലെ അദ്ദേഹം സുബഹി നിസ്കരിച്ച് അതിനൊക്കെ ശേഷം പിന്നെ കുളിച്ച് വൃത്തിയായി ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ കിടത്തിയിട്ട് കിടക്കുന്ന ആ രോഗിയെ ഓപ്പറേഷൻ ചെയ്യാൻ സമയത്ത് ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ കത്രിക കൊണ്ട് തന്റെ ഓപ്പറേഷൻ തുടങ്ങുമ്പോ اللهم اذهب البأس رب الناس واشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما. ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിപ്പിക്കുന്ന അല്ലാഹുവേ, അതിനെ പറഞ്ഞയക്കുന്ന തമ്പുരാനെ, നീയാണ് ഷാഫി. അല്ലാഹുമ്മ അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്, നിന്റെ ശിഫയല്ലാതെ ഒരു ശിഫയുമില്ല. എല്ലാ മരുന്നുകളും അതിന് പിന്നിലാണ് അല്ലാഹുവേ, എല്ലാ ഓപ്പറേഷൻസും അതിന്റെ പിന്നിലാണ്, എല്ലാ അധ്വാനങ്ങളും അതിന്റെ പിന്നിലാണ്. നീ മാത്രമാണ് ഷാഫി. വഷ്ഫി, നീ ശിഫയാക്ക്. ലാ ശിഫാഅ, ഒരു ശിഫയുമില്ല. ഇല്ലാ ശിഫാഉക്, നിന്റെ ശിഫയല്ലാതെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി ഓപ്പറേഷൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു യഖീൻ, നമ്മുടെ അങ്ങേയറ്റത്തെ വിശ്വാസം ആ കത്രികകൾക്കിടയിലൂടെ മാലാഖമാരെ പറഞ്ഞയക്കാൻ കെൽപ്പുള്ളവനാണ് തമ്പുരാൻ എന്ന ചിന്ത കൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയായ ഡോക്ടർ തുടങ്ങേണ്ടത്. ആ കത്രികൾക്കിടയിലൂടെ മാലാഖമാരെ പറഞ്ഞയക്കാൻ, മലക്കുകളെ പറഞ്ഞയക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അതവനാണ് അല്ലാഹു. നൂറുസ് സമാവാതി വൽ അർദ് മസല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء. പ്രകാശത്തിന് മേൽ പ്രോജ്വല പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്തിലെ എല്ലാ സബ്ജക്റ്റുകൾ പറയാനും ആളുകളുണ്ട്, എന്തിനെ കുറിച്ച് പറയാനും ആളുകളുണ്ട്. പക്ഷേ ഞാൻ ആരെയും വിമർശിക്കുകയല്ല, കുറ്റമായിട്ട് പറയുകയല്ല. ഇവിടെ ഇന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ മാത്രം ആളുകളുടെ കുറവുണ്ട്. ഒരു മുസൽമാന്റെ ജീവിതം 4 വഴികളിലൂടെയാണ് കടന്നു പോകേണ്ടത്. 4 വഴികൾ. അവന് 4 വഴിയേ ഉള്ളൂ. ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയെ 4 ധാരയായി തിരിച്ചിട്ടുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദഅവത്താണ്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇബാദത്താണ്, 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തഅലീമാണ്, പഠനമാണ്, 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖിദ്മത്താണ്. ഈ 4 മേഖലകളെ ഒരു വിശ്വാസിക്കുള്ളൂ. നിങ്ങൾ ജീവിതത്തിന്റെ ഏത് മേഖലയും എടുത്തു നോക്കിക്കോ. ഒരു മഹല്ലിന്റെ സംഗമത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ നമ്മൾ പ്രബോധകനാകണം, പ്രബോധനത്തിന്റെ വഴിയിലായിരിക്കണം. അത് എഴുത്തുകാർ എഴുത്തിന്റെ രീതിയിൽ പ്രബോധനം ചെയ്യും, പ്രഭാഷകർ അതിന്റെ രീതിയിൽ പ്രബോധനം ചെയ്യും, ദാഴികൾ അതിന്റെ രീതിയിൽ പ്രബോധനം ചെയ്യും. ഒരു പക്ഷേ ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ തഅലീമാണ് നടത്തുന്നതെങ്കിൽ പോലും അതും പ്രബോധനത്തിന്റെ ഒരു മാർഗം കൂടിയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വക്ത് നിസ്കരിച്ചു ഖുർആനിൽ എവിടെയുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര നിസ്കരിച്ചു, എത്ര നോമ്പ് നോറ്റു, എത്ര ഹജ്ജ് ചെയ്തു, ഒരിക്കലും ഖുർആനിൽ എവിടെയുമില്ല. പക്ഷെ നബിമാർ ചെയ്ത ഒരു ജോലി അല്ലാഹു ആവർത്തിച്ചു പറയുന്നുണ്ട്. ദഅ സക്കരിയ ദഅ യഹ്യ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തപ്പോൾ, യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തപ്പോൾ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, പകലിലും രാത്രിയിലും ഞാൻ അല്ലാഹുവേ നിന്നെക്കുറിച്ച് പ്രബോധനം ചെയ്തുവെന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വചനത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് 1-ാം സ്ഥാനം ലോക പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത് പ്രബോധനത്തിനാണ്. പ്രബോധനത്തിന് ആ പ്രബോധനത്തിന് ഇൽമു വേണം,
അവന് ഖാദിമിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന സ്വഭാവം വേണം, അവന് നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ശീലവും വേണം. ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോഴേ ദഅവത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ നമ്മുടെ ജീവിതം അതാക്കുക. ഒരു ദാഴിയുടെ, അത് പെൺകുട്ടികളും അങ്ങനെ തന്നെ. ചിലപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടി നിസ്കരിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരു ഇത് തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള യാത്രക്കാരികളായ ആളുകൾക്ക് എന്ന് ആരും ആകട്ടെ, അത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഇങ്ങനെയാണ്, അതെന്തിന് ഏതിന് എന്നൊക്കെ. അത് പണ്ഡിതന്മാർ അതിന്റെ കാര്യങ്ങൾ പറയും. പക്ഷെ ഞാൻ പറയുക, ഇന്നേറ്റവും കൂടുതൽ സസൂക്ഷ്മമായി കൊണ്ടു നടക്കേണ്ടത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെയാണ്. കാരണം ഇന്നേറ്റവും കൂടുതൽ പഠിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ NIM കോളേജിൽ ഞാൻ വരാറുണ്ട്, ഫറൂഖ് കോളേജിലും PSM കോളേജിലും കേരളത്തിലും പുറത്തുമായി ഒരുപാട് ക്യാമ്പസുകളിൽ നമ്മൾ പോകാറുണ്ട്. ക്യാമ്പസിൽ പോകുമ്പോൾ പെൺകുട്ടികളുടെ അത്ര മിടുക്കികൾ അല്ലെങ്കിൽ മിടുക്കന്മാരല്ല ആൺകുട്ടികൾ എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനൊരു ആൺകുട്ടിയായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതും പഠിക്കുന്നതും A+ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതും പെൺകുട്ടികളാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ നമ്മൾ അങ്ങനെ താഴത്തു വെക്കേണ്ടവരല്ല, ആരും ഇങ്ങനെ അകറ്റി നിർത്തേണ്ടവരല്ല. തന്നെയുമല്ല, അവരെ നല്ല രീതിയിൽ, നല്ല സിഫത്തോടെ, നല്ല ഈമാനോടെ, നമ്മൾ യഖീനോടെ അടിപൊളിയായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവരെല്ലാം പ്രൗഢമായ രീതിയിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. പ്രൗഢമായ രീതിയിൽ. നമ്മുടെ നാട്ടിൽ അധികമൊന്നും പറയാത്തൊരു കാര്യം, ഇവിടെ ഇപ്പൊ ഖത്തർ KMCCയുടെ ആളുകളുണ്ട്. പക്ഷേ നമ്മളാരും നമ്മുടെ നാട്ടിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാറില്ല. നിങ്ങൾ പറയാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ അങ്ങേയറ്റത്തെ മാർക്കും വേണം, ഒരുപാട് കഴിവുകളും വേണം. ഖത്തർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയാൽ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. പക്ഷേ സൂക്ഷ്മമായ ജീവിതം അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ ഞാനും പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോകുമ്പോഴാണ് നമ്മൾ അതിശയിപ്പിക്കുക. ഖത്തർ പോയി കണ്ടിട്ട് വന്നാൽ പോരാ, ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ കവാടം കണ്ടാൽ പോരാ, അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റണം. അവിടെ ഖുർആന്റെ പഠനമുണ്ട്, ഹദീസിന്റെ പഠനമുണ്ട്, ചരിത്രത്തിന്റെ താരീഖിന്റെ മാത്രം പഠനമുണ്ട്, യഖീനിന്റെ അഥവാ വിശ്വാസത്തിന്റെ അഖീദയുടെ മാത്രം പാഠങ്ങളുണ്ട്. അതല്ലാതെ എഞ്ചിനീയറിംഗ് ഉണ്ട്, മറ്റ് പല കോഴ്സുകളുമുണ്ട്. ആ കോഴ്സുകളിലേക്ക് എൻട്രൻസോ മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ, അതിന്റെ കോഴ്സ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഖത്തർ തന്നെ അവരെ പലതിലേക്കും വിനിയോഗിക്കുന്നുമുണ്ട്. അതും കൂടി നമ്മൾ അറിയേണ്ടതാണ്. എനിക്കറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. അവർ നമ്മളോട് ചോദിച്ചിട്ട് ഈ കോഴ്സിനൊക്കെ പോയത്. ഇപ്പൊ അവര് അടിപൊളിയായി ഒരു മലയാളി കുട്ടികളാണെന്ന് തോന്നാത്ത രീതിയിൽ അപാരമായ ഇംഗ്ലീഷും അപാരമായ അറബിക്കും വെച്ച് ലോകത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന്റെ എല്ലാ ശരീഅത്തും പാലിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തണം. അവരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റലല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രായത്തിനനുസരിച്ച് നമ്മൾ കെട്ടിച്ചു വിടണം, അത് വേറെ കാര്യം. കല്യാണപ്രായമാകുമ്പോൾ അവർക്ക് വിവാഹമൊക്കെ വേണം. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റണം. ഇന്നേതാ കാലം. ഞാൻ പെൺകുട്ടികളോടൊന്ന് സംസാരിച്ചോട്ടെ. എന്നോട് നിങ്ങളുടെ കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു പാവം ഭർത്താവ് ഒഴിവാക്കിയ ഒരു പെൺകുട്ടി ഒരു കൗൺസിലിങ്ങിന് വന്നതാണ്. 2 കുട്ടികളുണ്ട്. അതിന് യാതൊരു രീതിയിലുള്ള ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. കാണാൻ കുറച്ച് കൊള്ളാവുന്നത് കൊണ്ട് ഏതെങ്കിലും ഓഫീസിൽ പോയാൽ അവിടെ നിന്നുള്ള കമന്റ് അടികൾ, ഇതൊക്കെയാണ് ആ കുട്ടിക്ക് അനുഭവിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, നീ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്താൽ മതി. വീട്ടിലിരുന്നിട്ട് ജോലി. എന്താ? മെഡിക്കൽ കോഡ് പഠിച്ചാൽ മാത്രം ജോലി കിട്ടുന്നല്ല, അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ ഇത് കമ്പ്യൂട്ടറിലേക്ക്, നെറ്റിലേക്ക് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി ഇന്ന് ഏകദേശം മാസത്തിൽ വീട്ടിലിരുന്നിട്ട് ആകെ 4 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 40,000-50,000 രൂപയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 4 മണിക്കൂർ മാത്രം വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുമുണ്ട്. അങ്ങനത്തെ ലക്ഷക്കണക്കിന് പെൺകുട്ടികളുണ്ട്. ഞാൻ പറയുന്നത്, വീട്ടിലെ ജോലിയും ചെയ്ത് മക്കളെയും നോക്കി കമ്പ്യൂട്ടറിൽ മാത്രം അവർക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുക. നമ്മൾ ആരെയും കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയും ജോലി ചെയ്യാം നമുക്ക്. പക്ഷെ എല്ലാറ്റിനും വേണ്ടത് സ്കിൽസാണ്. അവിടെ ഞാനൊരു ഭാഗത്ത് നിന്ന് അതിന്റെ ആമുഖം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മഹല്ലിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുമ്പോ നമ്മൾ അറിയാതെ വിശ്വാസത്തിൽ നിന്നും ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്നുവോ എന്ന് ഈ തിരുമുറ്റത്ത് വെച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുട്ടികളൊന്ന് സയൻസ് പഠിക്കുമ്പോഴേക്കും നമുക്ക് സംശയം. കുട്ടികളൊന്ന് ഡിഗ്രിയോ PG എടുക്കുമ്പോഴേക്ക് കുട്ടികൾക്ക് സംശയം. ഇംഗ്ലീഷിൽ അല്ലാ എന്ന് പറയാതെ അല്ല എന്നാ പറയാ. അല്ലാഹു ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടികളുടെ ചോദ്യമാണ്. ക്യാമ്പസിൽ നമ്മൾ കേൾക്കുന്ന പദങ്ങളാണ്.
ജസ്റ്റ് ഒരു ഡിഗ്രി ആകുമ്പോഴേക്ക് അങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ട് ഓരോ സാറന്മാര് വരികയാണ്. അവരോട് തിരിച്ചൊന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഈ അടുത്തിടെ ചന്ദ്രയാൻ എന്ന് പറയുന്ന ഒരു വലിയ മിസൈല്, ഒരു വലിയ ഗ്രഹണത്തിലേക്ക് പോകുന്ന വലിയ വാഹനത്തിനെ വിട്ടല്ലോ. ചന്ദ്രയാൻ വിട്ടു. ലോകത്തിൽ അത് ചർച്ചയായി. ചന്ദ്രയാൻ എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപണം നടത്തി, അല്ലെങ്കിൽ അതിന്റെ ഗ്രഹണപഥത്തിലേക്ക് അതിൻ്റെതായ വാഹന വ്യൂഹത്തിനെ വിട്ട് അതിനതിമനോഹരമായി ലോഞ്ച് ചെയ്ത് എത്രയോ രസകരമായ ലോകത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം തന്റെ ഫിസിക്സുകളിലൂടെ കടന്നുപോയി ആകാശ ലോകത്തിന്റെ വ്യൂഹത്തെ ഭേദിച്ചു. ലോകം അത് ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾ അറിയേണ്ടത്, അത് തൊടുത്തു വിട്ടിട്ടുള്ള ചീഫ് സയന്റിസ്റ്റ് അതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ആകാശലോകത്തേക്ക് ഇത് എഴുതി വിട്ടത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയുന്ന കളിക്കാർ, ഉസ്താദുമാര് തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കണം, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കുട്ടികളോട് അങ്ങനെ പറയാൻ നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ പറയുന്ന മെസ്സി, നിങ്ങൾ പറയുന്ന റൊണാൾഡോ, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ചെറുപ്പകാലഘട്ടത്തിൽ ഷോർട്ട് ലെഗർ എന്ന് പേര് വിളിക്കപ്പെട്ടിരുന്ന കുട്ടിയെ കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ച സ്കൂളിലേക്ക് പോകാൻ പറ്റാതെ വല്ലാണ്ട് പ്രയാസപ്പെട്ടപ്പോ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ചതിന്റെ പേരിൽ സ്കൂളിലേക്ക് പോകാൻ പറ്റാതെ വിഷമിച്ച, അഥവാ തന്റെ ഏകദേശം 12ാമത്തെ വയസ്സിൽ തുടങ്ങിയ അസുഖം, ആ അസുഖത്തിന് ശേഷം പിന്നെ കുട്ടി വല്ലാണ്ട് വലുതായിട്ടില്ല. ആ അസുഖം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാറിയെങ്കിലും കുഞ്ഞിക്കാലൻ എന്ന പേര് മാറിയില്ല. അങ്ങനെ അമ്മൂമ്മയുടെ അരികിൽ വരും, അമ്മൂമ്മ ഒന്ന് തലോടും. കുഞ്ഞിക്കാലൻ എന്ന കുട്ടികൾ വിളിക്കുന്നു അമ്മേ എന്ന സങ്കടം പറയുമ്പോ അമ്മൂമ്മ തലോടിക്കൊണ്ട് പറയും, മോനെ നീ സമാധാനിക്ക്, അതുകൊണ്ട് ചെറിയ കുട്ടിയായിരുന്നാലും ശരി നീ ഉഷാറായി വളരുമെന്ന് ഈ അമ്മൂമ്മ തലോടിയിട്ട് പറയും. അവസാനം ആ കുഞ്ഞിക്കാലൻ വളർന്നു ഖത്തറിലെ വേൾഡ് കപ്പിൽ തന്റെ ലോകകപ്പിന് ഏറ്റുവാങ്ങി നെഞ്ചത്തേക്ക് ചേർത്ത് കുഞ്ഞിക്കാലനായ ലയണൽ മെസ്സി ആ സമയത്ത് ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ തന്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈ ചൂണ്ടിയപ്പോ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്, പത്രക്കാർ ചോദിച്ച ചോദ്യമുണ്ട്, ഈ ആക്ഷന്റെ അർത്ഥം എന്തായിരുന്നു എന്ന്. എന്നെ തലോടിയ അമ്മ കുഞ്ഞിക്കാലൻ എന്ന് ലോകം എന്നെ കളിയാക്കിയപ്പോ, ഈ വേൾഡ് കപ്പ് ഏറ്റുവാങ്ങിയപ്പോ എന്റെ അമ്മൂമ്മയുടെ ആത്മാവ് ആകാശത്തിരുന്നത് കാണുന്നുണ്ടാകുമെന്ന് പറഞ്ഞ ആളിന്റെ പേര് കൂടിയാണ് മെസ്സി. ഞാൻ മെസ്സിയെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ അങ്ങോട്ടൊന്നും എത്താത്ത, ഒന്നിനും പറ്റാത്ത ആരൊക്കെയോ നിന്നിട്ട് പറയാണ് ഈസ് അല്ലാഹ് ഈസ് അലൈവ്. ഓരോ മനുഷ്യർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ലോകത്തിലെ സയന്റിസ്റ്റുകൾ, ലോകത്തിലെ പ്രസിഡന്റുമാർ, ലോകത്തിലെ ഉയർന്ന ആളുകൾ, അവർക്കെല്ലാം അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെയൊന്നും എത്താത്ത വെറും ഡിഗ്രിക്കാരായ നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അചഞ്ചലമായ വിശ്വാസത്തോടെ, അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. ഓരോ കളിക്കാർക്കും അവരുടേതായ വിശ്വാസം. ലോകകപ്പിലേക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും കളിക്കാരൻ പ്രാർത്ഥിക്കാതെ ഇറങ്ങിയോ? നിങ്ങളൊന്ന് പറ. ഞാൻ കുട്ടികളോടാ സംസാരിക്കുന്നത്, കാരണം ഉസ്താദുമാരിപ്പോ തൽക്കാലം ഒന്നും ഉണ്ടാതിരിക്കുക, ഞാൻ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയും. 32 രാജ്യത്തിലെ കളിക്കാർ ഇറങ്ങുമ്പോഴും അവരുടേതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ആബിദ് സാർ, നമ്മൾ വന്നിരുന്നു അവിടെ, ആബിദ് കാക്ക അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിലൂടെ ലോകം പോകുന്നത്. മയക്കുമരുന്നിനെ കുറിച്ച് പഠനമുണ്ട്. മയക്കുമരുന്നിനെ കുറിച്ച് പഠനം നടത്തിയപ്പോ ഏറ്റവും കൂടുതലായിട്ട് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ളത് കൊണ്ടല്ല ആളുകൾ പിന്മാറുന്നത് എന്നാണ് പഠനം. പകരം അതിലേക്ക് സമീപിക്കാതെ മയക്കുമരുന്നിലേക്ക് പോകാതെ നിൽക്കുന്നത് സ്പിരിച്വൽ നോളജ് ഉള്ള ആളുകളാണ്, സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളാണ് എന്നാണ് UK നടന്ന പഠനം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്, നമ്മളൊക്കെ എന്തുകൊണ്ടാണ് പുകവലിക്കാത്തത്, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഈ മോശപ്പെട്ട ലഹരിയിലേക്ക് പോകാത്തത്? Only because of deen. അത് ഉപയോഗിക്കാൻ പലർക്കും താല്പര്യമുണ്ടാകും, പക്ഷേ ഉപയോഗിക്കാതിരിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് അടുക്കരുത് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നീ അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്ന്. അതുകൊണ്ട് മാത്രമാണ് നമ്മളാരും അത് ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. കുഞ്ഞുനാള് മുതലേ മദ്രസയിൽ നിന്ന് നമ്മൾ കേട്ട് അതുകൊണ്ട് നമ്മൾ ബീറിന്റെ കുപ്പി പോലും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ബീറ് പോലും നമ്മൾ ആരും കുടിച്ചിട്ടില്ല. എല്ലാവരും എന്ന് പറഞ്ഞത് അങ്ങനെ ജനറലൈസ് ചെയ്യല്ല. ഏതായാലും എനിക്ക് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റും, ഒരു ബീറ് പോലും നമ്മൾ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഓൺലി ബിക്കോസ് ഓഫ് ദീൻ. ദീൻ അത് പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട്, അള്ളാഹു അത് പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് മയക്കുമരുന്നിലേക്ക് ആളുകൾ അടുക്കാതിരിക്കുന്നത് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ അതിനൊക്കെ ഭാഗതയമുണ്ട്, അതിനൊക്കെ അതിൻ്റെതായ നിർണയമുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യരതിലേക്ക് അടുക്കുക പോലും ചെയ്യാത്തത് വിശ്വാസികളായതുകൊണ്ടാണ് വിശ്വാസികളായതുകൊണ്ടാണ്. അതുകൊണ്ട് മഹല്ലിന്റെ സംഗമം നടക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഉദ്യമം നമ്മൾ നല്ല വിശ്വാസികളാവുക എന്ന്. നിങ്ങൾ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും ഇവൻ കളക്ടേഴ്സ് ആയാലും ആരായിരുന്നാലും ആ വിശ്വാസത്തിന്റെ അദമ്യമായ ഒരു ലോകത്ത് നമ്മൾ ഉണ്ടാവുക എന്ന്, ആ ഉത്തുംഗതയിൽ നമ്മൾ ഉണ്ടാവുക എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്താനുള്ളത്. അള്ളാഹുവിനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിഞ്ഞുകൂടെ ഞാൻ ഒരാളെ വാഴ്ത്തി പറയല്ല. മരിച്ചുപോയവർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ തൊണ്ടയൊന്നിടറി ആബിദിക്കയുടെ. കാരണം അത് അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം. ഇതേപോലെ നമ്മുടെയൊക്കെ ഗദ്ഗത ഗണ്ഡമാകുന്നത് നമ്മുടെ ഉമ്മയെ കുറിച്ച് ഉപ്പയെ കുറിച്ച് പറയുമ്പോഴാണ്. കാരണം നമ്മുടെയൊക്കെ ഉമ്മമാർ, നമ്മുടെയൊക്കെ വല്യമ്മമാർ അവരെങ്ങനെയായിരുന്നു എന്നറിയാം. പള്ളിയും ഈ ദർശൊക്കെ കൊണ്ടുനടന്നിരുന്നത് ഓർമ്മിച്ചു നോക്ക് നിങ്ങൾ. ഗൾഫൊക്കെ ഓപ്പൺ ആയപ്പോഴല്ലേ നമ്മൾ ഇത്ര വലിയ ആൾക്കാരൊക്കെ ആയത്. അതിനു മുമ്പ് പട്ടിണിയുടെ വെറുതിയുടെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലൊക്കെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് ഒരു നാഴി അരി കൊണ്ട് ആ അരി ഇങ്ങനെ വെള്ളത്തിലേക്ക് കഴുകാൻ വേണ്ടി ഇടുമ്പോ ഒരു നാഴി അരിയാണ് ആകുള്ളത്. വീട്ടിലാകട്ടെ 5-10 ആൾക്കാരും കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് അത് കഴുകിയിട്ട് മക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോ വലത്തെ കൈ കാട്ടിയിട്ട് ഇങ്ങനൊരു പിടുത്തമുണ്ട്. ആ നാഴിയുടെ അരിയിൽ നിന്നും ഏകദേശം ഒരു 25% അത് വാരിയിട്ട് ഒരു കുടുക്കയിലേക്കിടും. അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് അതിനെക്കുറിച്ചൊരു എഴുത്ത് തന്നെ എഴുതിയത്, ഒരു പിടി അരി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പിടി അരി ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? എന്റെ കുട്ടികൾ പട്ടിണി കിടന്നാലും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഈ അരി എന്റെ പള്ളിയിലേക്കാണ്, എന്റെ മദ്രസയിലേക്കാണ്, ദീനിന്റെ കാര്യത്തിലേക്കാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു പിടി അരി അവരുപയോഗിച്ചിരുന്നത്. അന്ന് അതേ കൊടുക്കാനുള്ളൂ. ഇന്ന് നമ്മൾ കേമന്മാരായി, വലിയ ആളുകളായി, ഇരിക്കുന്ന പ്രൗഢിയിലും ഗാംഭീര്യത്തിലുമായി. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും അറിയാതെ നമ്മൾ പടിയിറങ്ങുകയാണോ? എല്ലാം ഉണ്ടായിട്ടും. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 10-55 രാജ്യത്ത് സന്ദർശിച്ചു. ഈ 55 രാജ്യങ്ങളിൽ ഏറ്റവും കറകളഞ്ഞ, എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ പറയുന്നു, കളവ് പറയാത്ത സത്യസന്ധരായ നല്ല കുട്ടികളുള്ളത്. ഞാൻ അങ്ങനെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഒന്നിനെ പൊക്കി പറയല്ല. അത് യൂറോപ്പിലാണ്. ജർമ്മനിയിൽ ഞാൻ പോയപ്പോ പള്ളിക്കകത്ത് കുറെ കുട്ടികളെ കണ്ടു. ജർമ്മനി അതിമനോഹരമായിട്ട് അവർ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചിലപ്പോൾ ടീഷർട്ടും പാൻറ്റൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. നമ്മളെ പോലെ ചിലപ്പോൾ ജുബ്ബയോ അല്ലെങ്കിൽ വേറെയുള്ള തലയിക്കെട്ടോ തൊപ്പിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ക്യാമ്പസിന്റെ മുമ്പിൽ പോയിട്ട് 1.25 ലക്ഷം രൂപ വരുന്ന ഐഫോണിന്റെ ഇന്ന വേർഷൻ തരാമെന്ന് പറഞ്ഞാലും റമദാനിലെ ഒരു നോമ്പ് പോലും മുറിക്കാൻ അവർ സന്നദ്ധമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്, അത്രയും നല്ല കുട്ടികളാന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ ക്യാമ്പസിലൊക്കെ മുമ്പ് പോയിട്ട് പത്രക്കാര് ചോദിക്കുക, പത്രക്കാരാണ് വീഡിയോക്കാരെന്ന് ഈ കുട്ടിയൊക്കെ അറിയില്ല. അവരോട് ചെന്നിട്ട് ചോദിക്കാത്ത ഏറ്റവും ടോപ്പ് ആപ്പിൾ ഫോണാണ്, ഇപ്പൊ ഇറങ്ങിയതാണ്, ന്യൂ വേർഷൻ ആണ്, അതുകൊണ്ട് പിന്നെ എന്താ പറയാ 15 Pro Max ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാണ്. എന്നിട്ട് മോനതെടുത്തോ, നീ ഇന്ന് നോൽക്കുന്ന റമദാനാണല്ലോ, ഇപ്പോ ഈ നോമ്പൊന്ന് മുറിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വെള്ളക്കുപ്പി കൊടുക്കാണ്. നമ്മുടെ ഈ പെരിങ്ങത്തൂര്, ഞാൻ പെരിങ്ങത്തൂരിനെ കളിയാക്കല്ലോ, മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ഒരു കോളേജിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ 30 നോമ്പ് മുറിച്ചോലെ എന്നാലും വേണ്ടി എനിക്ക് ആപ്പിൾ മതി എന്നുള്ളതാണ്. നേരെ മറിച്ചിട്ട് ജർമ്മനിയിലെ, ഫ്രാൻസിലെ, ഇറ്റലിയിലെ, സ്വിറ്റ്സർലാൻഡ്സിലെ, നെതർലാൻഡ്സിലെ, അതേപോലെ തന്നെ ബെൽജിയത്തിലെ, അതിന്റെ അപ്പുറത്ത് ലങ്സ്റ്റൻസ്റ്റൈനിലെ, അതിന്റെ അപ്പുറത്ത് ഓസ്ട്രിയയിലെ, ഇപ്പുറത്താകട്ടെ ഇറ്റലിയിലെ, അതിന്റെ വത്തിക്കാനിൽ പിന്നെ മുസ്ലിങ്ങളില്ല. ഇത്തരം രാജ്യങ്ങളിൽ പോയാൽ ഒരു പക്ഷേ ക്യാമ്പസിൽ ഒരു കുട്ടി പോലും നോമ്പ് മുറിക്കില്ല. കാരണം അവർക്ക് മതം ചോയ്സ് ആണ്, ഒരിക്കലും എന്തല്ല ബൈ ചാൻസ് അല്ല. അവരതിനെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോവാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് അത് കിട്ടിയതാണ്. അതുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തിലൂടെ പോവുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ പെൺകുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് വരാം. പെൺകുട്ടികളോട് ക്യാമ്പസ് എന്ന് ഏതൊക്കെ LGBT ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്?
കണ്ടില്ലേ, ഇസ്ലാമില് മാത്രം ആണുങ്ങൾക്ക് ഡബിളാണ് സ്വത്ത്, പെണ്ണുങ്ങൾക്ക് പാതിയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ബാക്കിയുള്ള എല്ലായിടത്തും ആൾക്കാർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ തുല്യമാണ്. ഇസ്ലാമിലാകട്ടെ ആണിന് പാതി, അല്ല പെണ്ണിന് പാതി, ആണിന് ഇരട്ടിയാണ്. വൈ എന്ന ചോദ്യം നിങ്ങളോട് ക്യാമ്പസിൽ നിന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കും തോന്നുകയാണ് ശരി എന്നല്ലേ എന്ന്. എന്നിട്ട് അത് വെച്ചിട്ട് ആളുകൾ രാഷ്ട്രീയപരമായും അല്ലാതെയും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിൽ അതിന്റെ ഇപ്പുറത്തുള്ള നിയമങ്ങൾ നിങ്ങൾ പഠിക്കണം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ആങ്ങളെയും ഒരു പെങ്ങളെയും ഒന്നിച്ചൊരു വാപ്പ വിടുകയാണ് ദുബായിലേക്ക് വിട്ടിട്ട് പറയാണ്, നിങ്ങളൊരു 6 മാസം അവിടെ നിന്നിട്ട് വരിൻ, പക്ഷേ ഫുൾ ചെലവ് മോനെ നീ എടുക്കണം. വിസയുടെ ചെലവ് നീ എടുക്കണം, ടിക്കറ്റിന്റെ ചെലവ് നീ എടുക്കണം, അവിടുത്തെ ഭക്ഷണത്തിന്റെ ചെലവെടുക്കണം, അവിടുത്തെ ഫുൾ റൂമിൻ്റെത്, അവിടെ കറങ്ങുന്ന വാഹനത്തിൻ്റെത്, എല്ലാ ചെലവും നിന്റേത്. ഇതാ നിന്റെ കയ്യിലേക്ക് 5 ലക്ഷം രൂപ ഞാൻ തരുന്നു. മോളോട് പറയാണ്, മോളെ നീ റൂം എടുക്കരുത്, നീ ഭക്ഷണത്തിന് പൈസ ഇറക്കരുത്, ടിക്കറ്റിന് പൈസ ഇറക്കരുത്, വിസയ്ക്ക് പൈസ ഇറക്കരുത്, അവിടെ കറങ്ങാനുള്ള വാഹനത്തിനൊന്നും 1 രൂപ പോലും നീ കൊടുക്കരുത്. എന്നാ 2.5 ലക്ഷം രൂപ പിടിച്ചോ. ഇതിലേതാ നിങ്ങൾ സ്വീകരിക്കുക? നിങ്ങൾ പറ, ഏതാ സ്വീകരിക്കുക? രണ്ടാമത്തതാണോ ഒന്നാമത്തതാണോ? കാരണം ഒന്നാമത്തത് സ്വീകരിച്ചാൽ ചിലപ്പോ എല്ലാ ചെലവും കൂടി 3, 3.5, ചിലപ്പോ 5 മുതൽ നിൽക്കൂല. പക്ഷെ ഈ പെൺകുട്ടിക്ക് 2.5 ഒന്നും ചെലവാക്കാതെ കിട്ടാൻ. ഇറ്റ് ഈസ് ഇസ്ലാം. ഇസ്ലാം പറയുന്നത്, ഏ മനുഷ്യ, ഏ ആണേ, പുരുഷ, നീയാണ് വീട് വെക്കേണ്ടത്, നീയാണ് ഭക്ഷണം ചെലവഴിക്കേണ്ടത്, നീയാണ് വസ്ത്രം ചെലവാക്കേണ്ടത്. പാവപ്പെട്ട പെൺകുട്ടിയെ ഒന്നുകൊണ്ടും നീ ബുദ്ധിമുട്ടിക്കരുത്. അവളുടെ കയ്യിൽ നിന്നൊരു നയാ പൈസ പോലും നീ വാങ്ങിക്കരുത്. വീട് വെക്കാൻ അവരുടെ കയ്യിൽ നിന്നൊന്നും നീ വാങ്ങിക്കരുത്. അവർക്ക് വസ്ത്രത്തിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് നീ ഒന്നും വാങ്ങിക്കരുത്. അവൾക്ക് നിതാന്തമായി മരണം വരെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കരുത്. നിന്റെ മക്കളുടെ കാര്യം, നിന്റെ ഭാര്യയുടെ കാര്യം, നിന്റെ എല്ലാവരുടെ കാര്യവും ഏ പുരുഷ നീ നോക്കണം. എന്നാ പഠിച്ചോ ഇരട്ടി സ്വത്ത്. പക്ഷേ മോളെ നീ ഒന്നും ചെയ്യരുത് എന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾ? അപ്പൊ സത്യത്തിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ, ഈക്വാലിറ്റി എന്ന് പറയുന്ന അഥവാ തുല്യം എന്ന് പറയുന്ന സാധനത്തിൽ ആണിനും പെണ്ണിനും തുല്യം തന്നെയാണ്. കാരണം തുല്യം തന്നെയാണ്. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ടുള്ളത്, അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല, അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ജസ്റ്റിസ് ആണ്. എന്റെ കൂടെ കാറിൽ വന്നിട്ടുള്ളത് അദ്ദേഹം, ഞാൻ പറഞ്ഞു സ്റ്റേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് ജാബിർ ജില്ലാ നോട്ടറിയാണ്. ഇപ്പൊ അദ്ദേഹം ജുവലൈൻ ജസ്റ്റിസ് ആണ്. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, എല്ലാ നിയമങ്ങളും ഇങ്ങനെ പരിധി നോക്കിയാൽ ഇസ്ലാമിലെ സ്വത്താവകാശം പോലെ ശുദ്ധമായ ഒരു സ്വത്താവകാശം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരത് അങ്ങേയറ്റം പഠിച്ചവരാണ്. എന്നിട്ട് ക്യാമ്പസിൽ വെച്ചിട്ട് കുട്ടികൾ നമ്മളോട് ചോദിക്കാണ്, മറ്റെല്ലാറ്റിലും ഇരട്ടി, ഇങ്ങക്ക് പാതി, ഇതെന്താ ഇങ്ങനെ, എന്താ ഇസ്ലാമിൽ ഇങ്ങനെ എന്ന് ചോദിക്കാണ്. അതിന്റെ ഇപ്പുറത്തേക്ക് വാ. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം പഠിക്കാനാണ് ഡീപ്പായിട്ട് നമ്മൾ ദീന് പഠിക്കണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടികളും എല്ലാവരും. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? ദഅവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ ദഅവത്തും തഅലീമുമായി വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമ്മൾ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദുമാര് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. തലബൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിച്ചത് ദീന് പഠിച്ചവരൊക്കെ ഉസ്താദുമാർ, മാഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ, അതുകൊണ്ട് ഭൗതികരായ നമുക്കൊന്നും ഇത് പഠിക്കണ്ട എന്നൊരു തോന്നലുണ്ട്. ഞാൻ ഇന്നാള് ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. ആ ബാംഗ്ലൂരിലെ പരിപാടിയിൽ എന്താണെന്നറിയോ? ഡോക്ടർ അൻസാരി അടക്കം അവിടുത്തെ ഭയങ്കര തിരക്ക് പിടിച്ച ഡോക്ടേഴ്സ്, അവിടുത്തെ IT വിദഗ്ധന്മാർ, അങ്ങേയറ്റം സാലറി വാങ്ങിക്കുന്ന എഞ്ചിനീയർമാർ, ഇവരൊക്കെ 5 കൊല്ലത്തെ ദീനി കോഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ സന്നദ്ധാനത്തിനാണ് ഞാനീ പോണേ. നദ്വി സാഹിബൊക്കെ വന്നുകൊണ്ടുള്ള പരിപാടി, സൽമാൻ ഹുസൈൻ നദ്വി, റാബി ഹസൻ നദ്വി. കാരണം അവരുടെ ഖാമിസ എന്ന് പറയുന്ന 5 വർഷത്തെ ഖുർആനും ഹദീസൊക്കെ പഠിച്ച് അവർ നദ്വി ബിരുദം കൊടുത്തിട്ട് ഇറക്കാണ്. ഓരോ ഡോക്ടേഴ്സിനും നദ്വി ബിരുദം കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട ഈ സാധനം പഠിക്കേണ്ടത് ഇവര് മാത്രമാണ്, നമ്മളൊക്കെ ഫ്രീ ആയിട്ട് നടക്കണമെന്ന്. അങ്ങനെയല്ല. നമ്മൾ ഡോക്ടേഴ്സ് ആണോ, ഖുർആനും ഹദീസും പഠിച്ചിരിക്കണം. അത്യാവശ്യത്തിന് നമ്മൾ ആലിമാന്നൊന്നും പറഞ്ഞ് നടക്കണ്ട. പക്ഷെ നിങ്ങൾ മുത്തഅല്ലിമാന്ന് പറഞ്ഞോ. എന്നിട്ട് നമ്മൾ സുന്ദരമായിട്ട് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, അതിമനോഹരമായിട്ട്. അത് ഉസ്താദുമാരോട് ചോദിച്ച് നമ്മൾ പഠിക്കണം. സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ചു പഠിക്കല്ല. നമ്മുടെ മുമ്പിൽ ഒരു നല്ലൊരു ഗുരുനാഥൻ ഉണ്ടാകണം. ആ ഗുരുനാഥൻ നമുക്ക് വഴി കാണിച്ചു തരും.
നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം. അത് പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ പെണ്ണുങ്ങളായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ആലിമാത്തുകളുണ്ട്. അങ്ങനെ നമ്മൾ ദീനിയായിട്ടൊരു ചിട്ടവട്ടത്തോടു കൂടി പോവുക എന്നതാണ് മഹല്ല് സംഗമത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ ഉണ്ടാവും അറിയോ? അടുത്ത തലമുറ നന്നായിട്ട് പഠിക്കും. അടുത്ത തലമുറയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയല്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടില് ദുബായ് എന്ന് പറയുന്നത് ഓപ്പൺ, അല്ലെങ്കിൽ ഇപ്പൊ യൂറോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ. ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് യൂറോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. എന്റെ മോനും പോയി ഇപ്പൊ അടുത്തിടെ പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിലേക്ക്, രണ്ടാമത്തെ മോനും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അടുത്ത മാസം. ആകെ അവിടെ ഇന്ത്യക്കാരായിട്ട് 10 വിദ്യാർത്ഥികളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. കാരണം എന്താന്ന് വെച്ചാൽ 100 ചില്ലാനും രാജ്യക്കാരോടൊപ്പം പഠിക്കാം. പക്ഷേ അവര് പഠിക്കുന്ന ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്ത് ജുമാ മസ്ജിദ്, അതിന്റെ തൊട്ടപ്പുറത്ത് 2 പിന്നെ ഇതേപോലത്തെ ജുമാ മസ്ജിദ്, 2 നിസ്കാര പള്ളികൾ. അപ്പൊ പുറത്തേക്ക് നമ്മൾ പോവാ എന്ന് പറഞ്ഞാൽ അത് പോകേണ്ട രീതിയിൽ പോകണം. അല്ലാതെ ഏതെങ്കിലും ഏജൻസിക്ക് കുറെ പൈസയും കൊടുത്ത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തലല്ല. നല്ല ടെസ്റ്റുകൾ എഴുതിയിട്ട് അതിമനോഹരമായിട്ട് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെ എത്തിക്കഴിഞ്ഞവരുണ്ട്. എന്നിട്ട് അവിടെ വർഷങ്ങളോളം പഠിച്ചിട്ട് തിരിച്ചു വന്നവരുണ്ട് അതിമനോഹരമായി. ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ അതിൽപ്പെട്ടതാണ്. ഇനി ഞാനത് ആവർത്തിച്ചു പറയുന്നു. 80 രാജ്യം ഭരിക്കുന്ന ജോർജിന് നേരെ ഇന്ത്യക്ക് വേണ്ടി വിരൽ ചൂണ്ടിക്കൊണ്ട്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്ന എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്ന് പ്രകോപനപരമായി പ്രസംഗിച്ചിട്ട് സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, പ്രവാചകന്റെ പേര് ഇവിടെ പറയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ജൗഹറി വാക്കും പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. തുർക്കിത്തൊപ്പിയും ധരിച്ച് നീളൻ ഷെർവാണിയും ധരിച്ച് 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് നേരെ കയ്യോങ്ങിക്കൊണ്ട് അങ്ങനെ തന്നെ സംസാരിച്ച് അവിടെ അതേപോലെ തന്നെ തന്റെ ഹൃദയ സ്തംഭനം കൊണ്ടോ മറ്റോ വീണു പോകുന്നു. നേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് തന്റെ എല്ലാ വസിയത്തുകളും എഴുതുന്നു. വഴിമധ്യേ മരിക്കുന്നു. വസിയത്ത് പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. 1931 ബക്കിംഗ്ഹാം പാലസിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഖബർഗേഹത്തില്. ആ ഖബർഗേഹത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, Here was buried Mr. മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇത് ജംസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യ ചരിത്രത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റികൾ അവർ നമ്മളെ വിളിക്കുന്നത് വെറുതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾ വരുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അൻഡമാനിലെ ഒരു കൊച്ചു പയ്യനെ. ആ പയ്യൻ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ ക്ലാസുകൾ കേട്ടിട്ട് 2 കോടി രൂപയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് പഠിക്കാൻ വേണ്ടി 2 കോടി രൂപ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ട് നമുക്കത് എഴുതിക്കൂടാ? ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ? വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കാനല്ല, നമ്മുടെ കുട്ടികൾ ഇത് എഴുതണം. നമ്മുടെ കുട്ടികൾ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതണം. നമ്മുടെ കുട്ടികൾ ഇതേപോലെ യൂണിവേഴ്സിറ്റി, ഉദാഹരണത്തിന് ഷാർജയിലെ കാസ്മിയ യൂണിവേഴ്സിറ്റി, ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പണിയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1500 2000 ദിർഹമും ഓരോ മാസത്തിലും കുട്ടിക്ക് ഇങ്ങോട്ട് കിട്ടും പഠിക്കാൻ. എന്തുകൊണ്ട് നമ്മുടെ പെരിങ്ങത്തൂരിലെ മഹല്ലിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ എഴുതിക്കൂടാ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സമ്മർദ്ദം ചെലുത്തുകയല്ല. ഭാവിയിൽ നിങ്ങൾ ഇതേപോലെ സ്റ്റേജ് കെട്ടി സംസാരിക്കുമ്പോ ഹാഫിലിങ്ങൾ, ഈ ഇരിക്കുന്ന ഹാഫിലിങ്ങൾ ഉണ്ടല്ലോ, ഇതേപോലത്തെ വെറും 4 അല്ല, ഒരുപാട് ഹാഫിലിങ്ങൾ ഉണ്ടാകണം, ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകണം. അതിന്റെ കൂട്ടത്തിൽ ഡോക്ടേഴ്സും എഞ്ചിനീയറും ഉണ്ടാകണം. അതിന്റെ കൂട്ടത്തിൽ ഓക്സ്ഫോർഡിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞിറങ്ങുന്ന കുട്ടി ഉണ്ടാകണം. കാംബ്രിഡ്ജിൽ നിന്ന് ഈ റിസർച്ച് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ ഉണ്ടാകണം. നമ്മൾ വിചാരിച്ചത് ഇവിടൊക്കെ പോയി പഠിക്കാൻ എന്ത് വേണം? ഭയങ്കര പൈസ വേണമെന്നാണ്. നോ, അപാരമായ തല നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ശേഷിയുമുണ്ടെങ്കിൽ നയാ പൈസ ഇല്ലാതെ പോയി പഠിക്കാൻ പറ്റും ഈ പറയുന്ന ക്യാമ്പസിലൊക്കെ. അതിനെന്താ വേണ്ടേ? ആധുനിക തലമുറയിലെ ലീഡേഴ്സ്, ഇവിടെ നിൽക്കുന്ന മഹല്ലിന്റെ സാരഥികൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇതിന്റെ എൻട്രൻസ് എഴുതിപ്പിക്കണം. എന്നിട്ട് അത്തരം ക്യാമ്പസുകളിലേക്ക് പറഞ്ഞേക്കണം. ഞാൻ ആ ക്യാമ്പസിന്റെ, കാരണം അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസാണ്.
ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആദ്യത്തെ 10 എടുത്താൽ അതിലാണ് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ടെക്സസും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയും യാല യൂണിവേഴ്സിറ്റിയും ഈ പറയുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും അതേപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ വരുന്നത്. അവിടെ പഠിച്ചിറങ്ങിയ ഒരു ശശി തരൂരിനെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പഠിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ പഠിച്ചിട്ടുള്ള രാജീവ് ഗാന്ധിയെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പഠിച്ചതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ പഠിച്ച ഇന്ദിരാജിയെ ചൂണ്ടിക്കൊണ്ട് ഇന്ദിരാജി അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ പോരാ. ഇന്ദിരാജി പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്. അവിടെ പഠിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡിലാണെന്ന് പറഞ്ഞാൽ പോരാ. കാംബ്രിഡ്ജിനെ ചൂണ്ടിക്കൊണ്ട് മുഹമ്മദ് ഇക്ബാൽ, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ ഇക്ബാൽ പഠിച്ചത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ പോരാ. ആധുനിക കാലഘട്ടത്തിന്റെ ഇക്ബാൽമാരുണ്ടാകണം. ഇവിടെ പഠിച്ചത് ജവഹർലാൽ നെഹ്റു ഇവിടെ പഠിച്ചതാണെന്ന് കാംബ്രിഡ്ജിനെ ചൂണ്ടിയാ പോരാ. ഡോക്ടർ അംബേദ്കർ, നമ്മുടേതായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തയ്യാറാക്കിയ അംബേദ്കർ ഈ ക്യാമ്പസിലാണ് പഠിച്ചത് എന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ ചൂണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ പോരാ. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുന്ന അവസ്ഥയുണ്ടാകണം. കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ അപ്പൊ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പൊ തോന്നും ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണ്. അവിടെ ജിന്നുകളും മലക്കോളല്ല പഠിക്കുന്നത് മനുഷ്യക്കുട്ടികൾ തന്നെയാണ്. അവിടെ പെരിങ്ങത്തൂരിൽ നിന്നും ഉണ്ടാകട്ടെ അങ്ങനെയുള്ള കുട്ടികൾ. അതിനു വേണ്ടിയിട്ട് അതിന്റെ എക്സാംസ് എഴുതിപ്പിക്കണം. അങ്ങനെ എഴുതിപ്പിച്ചിട്ട് അവർ നടക്കണം. പോട്ടെ, മഹല്ല് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കരിയറിന്റെ ഒരു രൂപമുണ്ടാക്കി. ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണയിൽ ഒരു മഹല്ലിൽ പോയപ്പോ എത്ര രസകരമായിട്ടാണ്. അവിടെ എല്ലാ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതിപ്പിക്കും. മഹല്ലിൽ നടപ്പിലാക്കേണ്ട കാര്യം ഇനി അതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ പഠിക്കട്ടെ. അവര് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ പോട്ടെ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അതിന്റെ ടെസ്റ്റുകൾ എഴുതണം. അവരെ പറഞ്ഞേക്കണം. ഷാഹിദ് വിളിച്ചിട്ട് ഞാൻ പല പരിപാടിക്കും ഷാഹിദിന്റെ നാട്ടിൽ വരാറുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്താണ്. അദ്ദേഹം എങ്ങനെയാ സിവിൽ സർവീസുകാരനായത്? അദ്ദേഹം ഏകദേശം 6-7 തവണ എഴുതിയിട്ടാണ് ആ പീക്ക് ലെവലിലേക്ക് എത്തിയത്. അതിന്റെ മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എഴുതിയതാണ്. അപ്പൊ ഷാഹിദിനെ പോലെ നമ്മൾ എത്തണമെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തണം. ജാർഖണ്ഡിലെ കളക്ടറായിട്ട് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ പറയും, IAS-നെ കുറിച്ച്. അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് അവിടെ ഇരിക്കുന്നു. എങ്ങനെയായി? ഈ വഴിയിലൂടെ പോയതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ടെസ്റ്റുകൾ എഴുതി അതിമനോഹരമായി അവരെ ചാനലൈസ് ചെയ്യണം. അങ്ങനെ ചാനലൈസ് ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുക. അത് ചെയ്തേ പറ്റൂ. ആധുനിക കാലഘട്ടം അത് വിളംബരം കൊള്ളുന്നു. കാരണം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ഒരു പഠനം എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുട്ടികൾക്ക് പൈസ ഉണ്ടാക്കണം എന്ന് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഒരു ഷോപ്പ് ഇടുക. ഗൾഫിൽ അങ്ങോട്ട് പോയാൽ ഖത്തറിൽ UAE-യിലൊക്കെ പോയാൽ ചായക്കടയാണോ നാദാപുരത്ത്, ഗ്രോസറി ആണോ വടകരക്കാർ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ സഹോദരന്മാരെ. നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ തന്നെ അധ്വാനിക്കുന്നതിന്റെ പേര് ബിസിനസ് എന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ബിസിനസ്. അതിന് പറയുന്ന പേര് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. ഒഴിവില്ലാത്ത ഒരു കടയായി മാറും. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പറയും സോറി ട്ടോ എനിക്ക് ഷോപ്പ് ഉണ്ട് എന്ന് പറയും. കാരണം എന്തുകൊണ്ടാ? അവൻ ആ ഷോപ്പിൽ നിൽക്കണം, കല്യാണത്തിന് പോകാൻ പറ്റൂല. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം വരുന്നതിന്റെ പേരാണ് ബിസിനസ്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് ഉയർത്തണമെങ്കിൽ പോലും നമുക്ക് വലിയ വിദ്യാഭ്യാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പോലും വേണം. ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ മക്കള് ഡിഗ്രി PG കഴിഞ്ഞ മക്കളൊക്കെ എത്ര മനോഹരമായ കമ്പനികളാണ് തുടങ്ങുന്നത്. എത്ര രസകരമായ കാര്യങ്ങളാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അവൻ നന്നായി പഠിച്ച് അടിപൊളിയായി അവന് രാജ്യത്ത് പോയി അവിടെ ഇരുന്നു കൊണ്ട് അവൻ ബിസിനസ് ചെയ്യാം. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം. മക്കൾ വിദ്യാഭ്യാസം ഉണ്ടായാലും ഇല്ലാതെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഞാൻ ഏതൊരു സ്പീച്ചിൽ പറയുന്നുണ്ട്. ഒരു പയ്യൻ എറണാകുളത്തുകാരനാണ്. അവന്റെ വാപ്പയുടെ ജോലി ഫിഷ് മർച്ചന്റ് ആണ്. എന്ന് പറഞ്ഞാൽ മീൻ കച്ചവടമാണ്. ആ മീൻ കച്ചവടത്തിന്റെ ഇടയിലാണ് മോനെ പുറത്തേക്ക് പഠിക്കാൻ വിട്ടത്. ഞാൻ പറഞ്ഞിട്ടാ വിട്ടത്. അങ്ങനെ അവൻ തിരിച്ചു വന്നിട്ട് ഈ വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ തിരിച്ചു വന്നു സാർ, അവൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ മോനെ വിളിച്ചു. അവൻ വന്നു. കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എന്റെ നാട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു മോനെ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? വാപ്പ വലിയ പ്രതീക്ഷയിൽ വിട്ടതല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു വാപ്പാനോട് ഒരു 6 മാസം ഒന്നും മിണ്ടാതിരിക്കാം. അവൻ പറഞ്ഞ വാക്കാതെ ചിരിച്ചോണ്ട്, ദേഷ്യത്തിലല്ല. എന്റെ വാപ്പനോട് ഒരു 6 മാസം മിണ്ടാതിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ സ്ട്രാറ്റജി എന്താണ്? ഇന്ന കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞ് അവൻ UK പോയി, കുറച്ച് കഴിഞ്ഞ് അവൻ US പോയി, കുറച്ച് കഴിഞ്ഞ് അവൻ കാനഡയിൽ പോയി.
പല രാജ്യങ്ങളും കറങ്ങി വന്നു, ലൈസൻസ് എടുത്തു, ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് കൊച്ചിയിലെ ഒരു ടോപ്പ് ഓഫീസ് ഇട്ടുകൊണ്ട് മീനവൻ കാണാതെ ഇതേ മീൻ കച്ചവടം കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഷിപ്പുകളിൽ മീൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പ എറണാകുളത്ത് നിന്ന് തിരൂരിക്കായിരുന്നു മീൻ കയറ്റിയിരുന്നത്, വാപ്പ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു മീൻ കയറ്റിയിരുന്നത്. ഇവൻ സുന്ദരമായ AC റൂമിൽ ഇരുന്നിട്ട് മീന് പോലും കാണാതെ അവൻ UK യിലേക്കും US ലേക്കുമാണ്. ഇതാണ് വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലൊരു വ്യത്യാസം. ഞാൻ പറഞ്ഞത് എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രമാണെന്നല്ല. ഇതേപോലെ എന്റെ ഈ സുഹൃത്ത്, ഞാൻ പറയുന്ന ആള്, അവൻ എന്താ ചെയ്യണമെന്നറിയോ? ഒരു രാജ്യത്ത് കിട്ടാത്ത ഒരു സാധനം, ആ സാധനം ഇന്ന രാജ്യത്ത് കുറവാണ്. അവിടെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ സപ്ലൈ ഉണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നാണ് അതിന് പറയാ. അപ്പൊ അതിന്റെ ഇടയിലുള്ളത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ ആ രാജ്യങ്ങൾ തമ്മിലുള്ള പാക്ട്, അതിന്റെ പഠനങ്ങൾ, ലോജിസ്റ്റിക്സ് എങ്ങനെ നടപ്പിലാക്കാം, എന്നിട്ട് ആ രാജ്യത്തേക്ക് ഈ സാധനം എങ്ങനെ എത്തിക്കാം. ഓഫീസിൽ ഇരുന്നിട്ട് അതിന്റെ പേരാണ് ഇന്റർനാഷണൽ ട്രേഡിംഗ്. അത് ചെയ്യണമെങ്കിൽ ഒരു അപാരമായ വിദ്യാഭ്യാസം വേണം. കാരണം എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് വേവ് ലെങ്ത്തുകളും അവിടുത്തെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കിക്കൊണ്ട് ലോജിസ്റ്റിക്സിലേക്ക് പോയി എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി വിദേശ രാജ്യങ്ങൾ എംബസികളിൽ പോയിട്ട് അവിടുത്തെ മീറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ വരെ വിദ്യാഭ്യാസം വേണം. അല്ലെങ്കിൽ നമ്മൾ കേവലം ഹോട്ടലിൽ ഒതുങ്ങും, കേവലം ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഒതുങ്ങും. ഇന്റർനാഷണൽ ലെവലിലുള്ള വിദ്യാഭ്യാസത്തിലേക്കും അതിൻ്റെതായ കച്ചവടത്തിലേക്കും കയറാൻ നമുക്ക് കഴിയാതെ പോകും. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, എല്ലാ കാലത്തും വിദ്യാഭ്യാസം നമ്മൾ നേടിയേ പറ്റൂ. അതിനെന്താ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. ആ പ്രൊമോഷൻ നിങ്ങൾ കുറെ ക്ലാസ് എടുക്കണം എന്നല്ല. ഞാൻ പണ്ട് ക്ലാസ്സിനൊക്കെ പോയി ഡിഗ്രിക്കും PGക്കൊക്കെ പോകുമ്പോ എന്റെ ഉമ്മ ആകെ ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു. ഉമ്മക്ക് കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ചോദിക്കും എന്നോട്, ഒറ്റ ചോദ്യം ചോദിക്കുക ഇടക്കൊക്കെ, എടാ എന്നടാ നിനക്കൊരു ജോലിയാവുക? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. പഠിത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചോദിക്കുന്ന ഒരു നൈരാശ്യത്തിന്റെ ചോദ്യമോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിന്റെ ചോദ്യമോ, എന്നടാ നിനക്കൊരു ജോലിയാവും? ആ ചോദ്യം മതി നമുക്കൊരു തലോടലായി, നമ്മുടെ കൂടെയായി, നമ്മുടെ പ്രാർത്ഥനയായി. നിങ്ങൾ അതേപോലെ നമ്മുടെ മക്കളെ പ്രതീക്ഷാപൂർവം കാണണം. അവർ വെറും കുറ്റപ്പെടുത്തല്ലേ, ഈ പ്രായത്തിലുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തി അകറ്റല്ലേ. പകരം ഇവിടുത്തെ ഓരോ ഉമ്മമാരും കൃത്യമായി, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, എന്റെ മകൻ UK യിലെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി PGയും ഡിഗ്രിയും ചെയ്യണമെന്ന് അവന് 3 വയസ്സുള്ളപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്. അതങ്ങനെ നടക്കൂല എന്നൊന്നും എനിക്കറിയില്ല. കാരണം അവന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അങ്ങനത്തെ ഒരു കോളേജ് തുടങ്ങുന്നത്. അങ്ങനെ പഠിച്ചിട്ടാണ് അതിന്റെ ബാക്കി പഠനത്തിന് വേണ്ടിയിട്ട് അവൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ വെച്ചിട്ട് തന്നെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ, ഞാൻ സ്വപ്നം കണ്ടതും എത്തിച്ചതും പറയല്ല, ഞാൻ അങ്ങനെ വലിയൊരാളുമല്ല. പക്ഷേ ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ മകളും പഠിക്കുന്നത് ബിസിനസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാരും ബിസിനസ്സിന് പിടിപ്പിക്കുന്നത്? അതിലൊരു രഹസ്യമുണ്ട്. അതെന്താണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങൾ കോഴിക്കോട് പോലെ തന്നെ, കെട്ടിച്ചയച്ചാ പിന്നെ അങ്ങോട്ട് പോവാണ് മക്കൾ. കെട്ടിച്ചയച്ചാണ്ട് പോവാണ്, നല്ലത്, അവർ നല്ല ജീവിതം ജീവിക്കട്ടെ. പക്ഷേ പെമ്മക്കൾക്ക് പിന്നെ യാതൊരു കാര്യത്തിലും ഇടപാടില്ല. അങ്ങനെയല്ല പിന്നെ വാപ്പാര് ചെയ്യുക, പിന്നെ ഓലായി അവരുടെ ജീവിതമായി. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ ആൺകുട്ടികളാണ്. അപ്പൊ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചാലും എന്റെ ബിസിനസ്സിൽ ഒരു ചെറിയ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് പലയിടത്തും ബിസിനസ് ഉണ്ട്, അപ്പൊ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കുക. അവള് പർദ്ദട്ടും കൊണ്ടാണ് കോളേജിൽ പോലെ, കോളേജിൽ നിന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ കോളേജാണ്. അതേപോലെ തന്നെ മീറ്റിങ്ങിന് വരിക, പന്റെ കൂടെ ഇരിക്കുക. അപ്പൊ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് ഒക്കെ. ഞാൻ ഇപ്പോൾ ബിസിനസ്സുകാരോട് പറയാറുണ്ട്, പെൺകുട്ടികൾക്ക് പറ്റുമെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന് ബിസിനസ്സുകാരോട്. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചെലവാക്കും, പെൺകുട്ടികൾക്ക് കെട്ടിക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് പോയി, പിന്നെ എന്തെങ്കിലും കിട്ടുന്ന ഒരു സ്വത്തേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഉമ്മമാർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. ഞാൻ എൻ്റെ ആശയം പറഞ്ഞു പോവാണ്. സ്വന്തം ഉമ്മക്ക് പാർട്ട്ണർഷിപ്പ്. അവർ കണക്കൊക്കാനൊന്നും വരൂല, അവരെ കടയിക്കേ വരൂല. പക്ഷേ നമ്മുടെ സ്വന്തം ഉമ്മ, വീട്ടിലിരിക്കുന്ന ഉമ്മ, ഏതെങ്കിലുമൊക്കെ പള്ളിക്കാരും മദ്രസക്കാരും പിരിവിന് വരുമ്പോ എന്റെ മോൻ വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുന്നതിന് പകരം ഉമ്മ തന്നെ എടുത്തു കൊടുക്കണം ആ പൈസ, അല്ലെങ്കിൽ ഉമ്മ തന്നെ കൊടുക്കണം. ഏതെങ്കിലും ഒരു സഹോദരി എന്റെ മോളെ കെട്ടിക്കാണ്ട് കുറച്ച് പ്രയാസത്തിലാണ് ഇത്താത്ത, നിങ്ങൾ എന്തെങ്കിലും തരുമോ എന്ന് ഏതോ ഒരു നാട്ടിലെ പാവം പെണ്ണ് വരുമ്പോ എന്റെ മോൻ വരട്ടെ എന്ന് പറയാതെ ഇതായത് പിടിച്ചോളിട്ടോ എന്ന് വളരെ ആശ്വാസത്തോടെ എന്നാൽ അധികാരത്തോടെ എടുത്തു കൊടുക്കാൻ ഒരു കരമുണ്ടാകണം നമ്മുടെ ഉമ്മാക്ക്. അതിനെന്ത് വേണമെന്നറിയോ? മാസത്തിലൊരു സംഖ്യ ഇതിനു വേണ്ടി നമ്മുടെ ഉമ്മയുടെ കയ്യിലേക്ക് എത്തണം. അത് ഔദാര്യത്തോട്
കൂടിയിട്ടല്ല, അവകാശത്തോട് കൂടിയിട്ട് എത്തണം. പാവം ഉമ്മക്ക് ഉമ്മയുടെ ഏട്ടത്തിക്ക് കൊടുക്കാനുണ്ടാവും, അനിയത്തിക്ക് കൊടുക്കാനുണ്ടാവും, അവിടെ മക്കൾക്ക് കൊടുക്കാനുണ്ടാവും, ഒരുപാട് ആളുകളെ സഹായിക്കാനുണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ എങ്ങാനും നമ്മുടെ ബിസിനസ്സിൽ സ്വന്തം മാതാവിനൊരു ചെറിയ ഷെയർ കൊടുത്താൽ നിങ്ങൾ നോക്കിക്കോ, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അങ്ങനെ ചാൻസ് കൊടുക്കാനെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഉമ്മക്ക് കിട്ടുന്ന ഒരു ബർക്കത്ത് കൊണ്ട് നമ്മുടെ കച്ചവടം അടിക്കടിയായി ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയാ, നമ്മളൊരു വീട് വെക്കുമ്പോ ആ വീട് നിങ്ങൾ തങ്ങളെ വിളിച്ചോളൂ, ഉസ്താദുമാരെ വിളിച്ചോളൂ, ഉദ്ഘാടനത്തിന് വേണ്ടി ഔപചാരികമായ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ചോളൂ. പക്ഷെ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പേ ഒരു 3:30 മണിക്കോ 4 മണിക്കോ ആരുമില്ലാത്ത സമയത്ത് ആ വീടിന്റെ കവാടം ആദ്യമായിട്ട് ചാവി തുറക്കേണ്ടത് നമ്മുടെ ഉപ്പയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയായിരിക്കണം. അല്ലാതെ ലോകത്തിൽ ആര് വന്ന് ഉദ്ഘാടനം ചെയ്താലും അതിന് പകരമാകില്ല. കാരണം ആര് ഉദ്ഘാടനം ചെയ്യുമ്പോഴും സന്തോഷം ഉണ്ടാവും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമൊക്കെ ശരിയാണ്. പക്ഷെ ഉമ്മയുടെ കണ്ണൊന്ന് നിറയും. ആ നിറയിൽ അന്നത്തെ ദിവസത്തേക്കുള്ള നിറച്ചിലല്ല, അത് എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. മുസല്ലയിൽ ഇരുന്നു കൊണ്ട് എന്റെ മകനൊരു വീട് കൊടുക്കണേ നാഥ എന്ന് എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിച്ച ഉമ്മയുടെ കണ്ണുനീരൊലിക്കുന്നതിനേക്ക് കാണാം. അതിന്റെ പേര് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉയർന്നു വരലാണ്. നമ്മുടെ മാതാവിനെ പിടിച്ചുയർത്തലാണ്, നമ്മുടെ പെങ്ങന്മാരെ പിടിച്ചുയർത്തലാണ്, മൂല്യത്തോടു കൂടി അവർ ഉയർന്നു പോകലാണ്. ആ ഒരു ജീവിതത്തിന്റെ സെറ്റപ്പ് നമ്മൾ കണ്ടേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം, ഞാൻ എൻ്റെ എല്ലാ മക്കളോടും പറയാറുണ്ട്, PG കഴിയാതെ വിദ്യാഭ്യാസം നിർത്താനേ പാടില്ല. PG കഴിയാതെ ഒരു മനുഷ്യനും ഇവിടെ വിദ്യാഭ്യാസം നിർത്താൻ പാടില്ല. നിഷ്കർഷമായിട്ട് പറഞ്ഞത്, PG എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും കഴിഞ്ഞിട്ട് PG, അത് കഴിയാതെ ഒരാൾ ഇവിടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന പരിപാടിയില്ല. അത് നിങ്ങൾ എഴഞ്ഞെഴഞ്ഞിട്ടാണെങ്കിലും അത് പൂർത്തിയാക്കിയേ പറ്റും. അതിൽ ദീനിയായ വിദ്യാഭ്യാസം ഉണ്ടാവും, രണ്ടും കൂടി മിക്സഡായിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികളെ എവിടെ എത്തിക്കണം. അതിനെന്താ വേണ്ടത്? 10 കൊല്ലത്തേക്കെങ്കിലും നമ്മൾ ടാർഗറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി 5ാം ക്ലാസ്സിലാണോ? അവന് 10 വയസ്സായി. അപ്പൊ അവന് 25 വയസ്സാകുമ്പോൾ എവിടെ എത്തണമെന്ന് കൃത്യമായി അജണ്ട ഇടണം. അത് നമ്മൾ ചെറിയ അജണ്ട ഒന്നും പോരാ, വലിയ സ്വപ്നം. Aim the sky, you can reach on the top of the tree. If you aim the tree, you can on the earth. ആകാശ ലക്ഷ്യമാക്കിയാലേ മരത്തിന്റെ മുകളിലെങ്കിലും നമ്മൾ എത്തൂ. മരത്തിന്റെ മുകളിൽ ലക്ഷ്യമാക്കിയാൽ താഴെ തന്നെ കിടക്കേണ്ടി വരും. ദയവ് ചെയ്ത് ഇനിയുള്ള കാലത്ത് മക്കളെ പഠിപ്പിക്കാതിരിക്കരുത്. വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മൾ. അതിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. പെൺകുട്ടികളാകട്ടെ അതിന്റെ അച്ചടക്കത്തോടെ, മൂല്യങ്ങൾ കൈവിടാതെ. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാണ്, ആൺകുട്ടികളും അങ്ങനെ തന്നെ. വഴിയോരത്ത് ചിലപ്പോ നമ്മളെ കാത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാപാലികരുണ്ടാകും. അതിലൊന്നും പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. നമ്മൾ പാലാകരുത്. പാല് ഏത് കുളത്തിലിട്ടാലും അത് ഒഴുകിപ്പോകും. പാല് ഏത് പുഴയിലായാലും അതിന് അഡ്രസ് ഇല്ലാതെ പോകും. പാൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ 10 ഗ്ലാസോ കൊണ്ടുപോയിട്ട് ഒരു കടലിലിട്ടാൽ അഡ്രസ് ഇല്ലാതെ പോകും. പക്ഷേ അതേ 10 ഗ്ലാസ് പാലിൽ നിന്നും കടഞ്ഞെടുത്ത് അവസാനം ഒരു വെണ്ണ കിട്ടാനുണ്ട്. ആ വെണ്ണയുടെ പേരാണ് പേഴ്സണാലിറ്റി, അതിന്റെ പേരാണ് ഡിഗ്നിറ്റി, അതിന്റെ പേരാണ് ഈ പറയുന്ന എന്ത് നമ്മുടേതായ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡന്റിറ്റിയിലേക്ക്, ആ ഒരു ഡിഗ്നിറ്റിയിലേക്ക്, ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ ഉയരണം. ആ വെണ്ണയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയിട്. തിരമാലകളോടൊപ്പം അത് ഉയർന്നു താഴും. കടലിൽ പോലും ചേരാത്ത ഒന്നിന്റെ പേരാണ് വെണ്ണ എന്ന്. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി. ലോകം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ലോകത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായാലും, അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തവനെ പോലെ ഒരു ദീനിയായ കുട്ടി ഉറച്ചു നിൽക്കും. ആ ഉറപ്പിലേക്കാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവർ എത്ര ഉയർന്നു പോയിക്കോട്ടെ, ഏത് ക്യാമ്പസിന്റെ വരാന്തയിലൂടെയും പോയിക്കോട്ടെ. ഞാനൊരു സൈക്കോളജിയുടെ ഒരു ചെറിയ പാട്ട് പറയാം, വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നു. 3 വയസ്സ് മുതൽ ഏകദേശം 6 വയസ്സ് വരെ പറയുന്ന ഒരു പേരുണ്ട്. അതിന്റെ പേര് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് സൈക്കോളജിയിൽ. ആ സമയത്ത് അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഏർലി ഗ്യാങ് പീരീഡ് എന്നാണ്. അഥവാ ഒരു ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സമയം എന്നാണ്. അത് അപ് ടു 10 ഇയേഴ്സ്, ഒരു 10 വർഷം വരെ തുടരും. മാക്സിമം ഒരു 12 വയസ്സ് വരെ പോകും. ഉമ്മയുടെ ലാളനയിലും ഉമ്മയുടേതായ ആ ഒരു സ്നേഹത്തിലും വാപ്പയുടേതായ കരുതലിലും ഒരു കുട്ടി മാക്സിമം ഉണ്ടാവുക 10-12 വയസ്സ് വരെയാണ്.
അത് കഴിഞ്ഞാൽ ഏർലി ഗ്യാങ് സ്റ്റേജ് വരും, അഥവാ ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ഒരു സമയം വരും. എന്നാണ് അതിന്റെ പേര്. ഗ്യാങ്ങിനെ കണ്ടുമുട്ടിയാൽ അവന്റെ സുഹൃത്തുക്കളിലേക്ക് മാതാപിതാക്കളെക്കാളും കൂടുതലായി അവൻ ജമ്പ് ചെയ്താൽ ആ കുട്ടികളുടെ പ്രകൃതത്തിനനുസരിച്ച് ഈ കുട്ടി മാറും. അതുകൊണ്ടാണ് പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടില്ലേ, 12 വയസ്സ് നല്ല ഉഷാറായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കോലം മാറും. ചിലപ്പോൾ 16 17 മൊത്തത്തിൽ പിടുത്തം പെടും. എന്തുകൊണ്ട്? ഗ്യാങ്, ഫാന്റസി വേൾഡ്, ഒരു സ്വപ്നതുല്യമായ ലോകത്തിലേക്ക് അവൻ കടക്കും. അപ്പൊ ഉമ്മര് ചെറുതായിട്ട് തോന്നും, ബാപ്പയെ സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ ഫുള്ള് ഫ്രണ്ട്സാണ്, ചങ്ക് ബ്രോസ് എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികളെ കൊച്ചുകുട്ടിക്കാലം മുതലേ നല്ല സ്ഫുടം ചെയ്തെടുത്ത് ഫ്രീ ആക്കിക്കോ. നിങ്ങൾ കുട്ടികളെ അടിക്കരുത്, കുട്ടികളെ ചീത്ത പറയരുത്. അടിക്കാനും ചീത്ത പറയാനുമുള്ളതല്ല മക്കൾ. പകരം അവരെ സ്നേഹപൂർവ്വം മൂല്യത്തിലൂടെ വളർത്തണം. ഒരിക്കലും ചേഞ്ച് ആക്കേണ്ട മക്കളെ, ട്രാൻസ്ഫോം ആക്കണം മക്കളെ. ഞാൻ പറഞ്ഞതൊക്കെ ഓരോ വേർഡ്സ് ആണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഇവിടെ ഇരിക്കുന്നതിനെ അങ്ങോട്ട് മാറ്റി വെക്കുന്നതിന്റെ പേര് ചേഞ്ച് എന്നാണ്. പക്ഷെ ഈ മൊബൈൽ അതിൻ്റെതായ ക്വാളിറ്റി കൂടി വരല് ട്രാൻസ്ഫോർമേഷനാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൽ ചേഞ്ചാണ്, അല്ലെങ്കിൽ അവന്റെ മാറ്റം ചേഞ്ചാണ്. പക്ഷെ അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിലൊന്നും വീഴാതെ നിൽക്കൽ, അത് ട്രാൻസ്ഫോർമേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ക്യാമ്പസിലേക്ക് പോയാൽ ആ ക്യാമ്പസിലെ മൊത്തം കുട്ടികളും നമ്മുടെ കുട്ടിയുടെ പ്രകൃതത്തിലേക്ക് വരണം. ആ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കണം. അമ്മമാർക്ക് കുറെ പണികളുണ്ട്. നമ്മളാകെ ചെയ്യണ പരിപാടി എന്താ? രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കും, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കും, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് അവർക്ക് തയ്യാറാക്കി കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കും, വൈകുന്നേരം ഒരു സ്നാക്സും ചായയും കൊടുക്കും, രാത്രി ഫുഡ് കൊടുക്കും. ഇതാണ് രക്ഷാകർതൃത്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റ്. ഇത് വലിയ അബദ്ധമാണ്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ കുട്ടിയുടെ ചാനലൈസേഷനാണ്. ഫുഡിന്റെ ചാനലൈസേഷൻ അല്ല, ഐഡിയോളജിക്കൽ ചാനലൈസേഷൻ. നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്ത് രസമായിരിക്കുന്നറിയോ? അത് നമുക്ക് ആദ്യം കഥ അറിയണ്ടേ? നമുക്ക് കഥ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ടേ? നമ്മളിങ്ങനെ 1 കോടിയുടെ 5 കോടിയുടെ ഒക്കെ വീട് വെക്കുക എന്നല്ലാതെ അവിടെ 5 ലക്ഷം രൂപയുടെ ലൈബ്രറി ഉണ്ടോ? വീട്ടിൽ ലൈബ്രറി ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും അതെന്തിനാ? വായിക്കാൻ. കൊച്ചുകുട്ടിക്കാലത്തെ കുട്ടികൾ കാണേണ്ടത് അടുക്കളയും ഡൈനിങ് ഹാളും കടന്നുറങ്ങാനും റൂമും മാത്രമല്ല. പകരം കുട്ടി കാണേണ്ടത് ലൈബ്രറിയാണ്, അവിടെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ്. ആ ഗ്രന്ഥങ്ങളിടക്ക് വായിച്ചു നോക്കി കണ്ണുകൾ ഇങ്ങനെ ഉറ്റുന്ന ഒരു പിതാവിനെയാണ്. എന്തായിരിക്കും വാപ്പ വായിച്ചു നോക്കിയിട്ടുണ്ടാവുക എന്ന ചിന്താഗതിയാണ്. കുട്ടികൾക്ക് ലൈബ്രറി, കുട്ടികൾക്ക് പുസ്തകങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും അപ്പൊ മൊബൈലില്ല അല്ലതെന്ന്. മൊബൈലുള്ളത് പുസ്തകത്തെ പോലെ വാല്യൂ ഉള്ളതല്ല. മാർക്ക് സുക്കർബർഗ് ആണ് ആപ്പിൾ ഫോണിന്റെ സിഇഒ, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ. മാർക്ക് സുക്കർബർഗ്, സ്റ്റീവ് ജോബ്സ്, മാറിപ്പോയതാ. സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിൾ ഫോണിന്റെ പ്രധാനപ്പെട്ട ആള്. സ്റ്റീവ് ജോബ്സ് മരിച്ചുപോയി. ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ലോകത്തിലെ അപാര തല, അദ്ദേഹത്തിന് ഇതിലൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം എഴുതിയത് പുസ്തകമാണ്. ഞാൻ തെളിവോട് കൂടിയിട്ട് ഈ പറഞ്ഞതൊക്കെ, വേറെ എന്തെങ്കിലും പറയല്ല. സ്റ്റീവ് ജോബ്സ് എഴുതിയത് പുസ്തകമാണ്. മൂപ്പർക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതിയാൽ മതിയായിരുന്നു. കാരണം പുസ്തകം നമുക്ക് ഭാവങ്ങൾ തരും. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു പുസ്തകം വായിക്കാന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വായിക്കുന്നത് മഞ്ഞ് എന്ന് പറയുന്നതാണ്. മഞ്ഞ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ പ്രതോകം ഇങ്ങനെ കണ്ട് മലമുകളിലേക്ക് സിംഗ് കയറുന്നത് കണ്ട് വിമലയോട്, വിമലയെ നീ മരണത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, വിമലയെ നീ മരണത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പേരക്കുട്ടിയെ പോലെ കാണുന്ന, മകളെ പോലെ കാണുന്ന വിമലയോട് ചിരിച്ചുകൊണ്ട് ആ കുന്ന് ഇറങ്ങിപ്പോകുന്ന സിംഗിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന വിമലയെ നമ്മൾ ആ പേജ് വായിക്കുമ്പോൾ ഇങ്ങനെ കാണും. കാരണം അയാൾ മരണത്തിലേക്ക് പോവുകയാണ്. അത് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളത് വായിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പുസ്തകത്തിന്റെ വായനയിലേക്ക്. ഇനി അതല്ല, ഈ ലൈബ്രറി ആണെങ്കിൽ അങ്ങനെയില്ല ലോകത്തേക്ക്. സാധാരണ സ്കൂളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക. ഞാൻ പറയാ, അങ്ങനത്തെ സ്കൂൾ നിങ്ങൾ എടുത്തോ, പക്ഷെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. ഇത് PGയും ഡിഗ്രിയും കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും കുട്ടികളുടെ മുമ്പിൽ വർത്തമാനം പറയാത്ത കുട്ടികളെയാണ് സ്കൂളുകളൊക്കെ പടച്ചുവിടുന്നത്. ദാറുൽ ഹുദയിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹുദവിമാരെന്തുകൊണ്ട് പ്രഭാഷകരായി? വാഫിമാരെന്തുകൊണ്ട് പ്രഭാഷകരായി? അവർക്ക് എല്ലാ മാസത്തിൽ ഇതിന്റെ ട്രെയിനിങ്ങുകൾ ഉണ്ടായതുകൊണ്ടാണ്. വായിച്ച് പഠിച്ചിട്ടത് പ്രസംഗിക്കണം. അവർക്ക് സാഹചര്യമാണ് മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നത്.
ബനാത്തുവാല സാഹിബ് പൊന്നാനി മണ്ഡലത്തിൽ അവിടുന്ന് ജയിച്ച് ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ് MP ആയി വളരെ പ്രശസ്തനായി നിൽക്കുമ്പോൾ ദാറുൽ ഹുദയിലേക്ക് വരികയാണ്. ദാറുൽ ഹുദയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ടേമുകൾ, ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ടെർമിനോളജി മനസ്സിലാക്കൽ കുറച്ച് പ്രയാസമാണ്. സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ടെർമിനോളജി പ്രയോഗിക്കാൻ അഥവാ അതിലുള്ള വാക്കുകൾ കേൾക്കാൻ ഭയങ്കര കുറച്ച് പ്രയാസാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വളരെ കടുകട്ടിയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മുമ്പേ അന്നത്തെ ദാറുൽ ഹുദയിലെ ഫൗണ്ടർമാരിൽപ്പെട്ട ഒരാള്, മക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഒരു തർജുമക്കാരൻ എന്ന് ചോദിക്കാം. കാരണം സ്റ്റേജിൽ ആരുമില്ല അതൊന്ന് തർജുമ ചെയ്യാൻ. ആ സമയത്ത് ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? ബാക്ക് സീറ്റിൽ നിന്ന് ഒരു 13കാരൻ വരികയാണ് കോൺഫിഡൻസോടെ. ആ 13കാരൻ വന്നു അന്നത്തെ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബിന്റെ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിന് അതിമനോഹരമായി തർജമ ചെയ്ത ആ 13കാരന്റെ വയസ്സാണ് സിൻസാറുൽ ഹഖ് ഹുദവി എന്ന് നമ്മൾ അറിയണം. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ പ്രഭാഷകനാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഏതെങ്കിലും സ്കൂളിലേക്ക് പോയി ഡിഗ്രിയും PG ഒക്കെ കോളേജിൽ പോയി എന്നിട്ടൊരു 5 മിനിറ്റ് പോലും ആളുകളോട് സംസാരിക്കാത്ത ഒരു കുട്ടിയാക്കി നമ്മുടെ കുട്ടികളെ മാറ്റരുത്. നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ ഇടപെടേണ്ടവരാണ്, സമൂഹത്തോട് സംസാരിക്കേണ്ടവരാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാണ്, 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അതിനെ പേപ്പറിലേക്ക് ഛർദ്ദിച്ചിട്ട് കിട്ടുന്നതിന്റെ പേരാണ് A+. എല്ലാറ്റിലും A+ വാങ്ങണമെങ്കിൽ 1000 ചോദ്യങ്ങളുടെ ഉത്തരമെങ്കിലും തലയിലേക്ക് ഉണ്ടാകണം. പക്ഷെ ഞാൻ ഈ കുട്ടികളോട് പറയാണ്, 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിന്റെ പേര് മാത്രമല്ല വിദ്യാഭ്യാസം. അനീതിക്കെതിരെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കണം നമ്മൾ. അനീതിക്കെതിരെ ശബ്ദിക്കുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം. അത് ഓരോരുത്തരുടെയും ജോലിയല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളെ അത്ര സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വളർത്തണം, അതിമനോഹരമായിട്ട് പഠിപ്പിക്കണം, അവർക്ക് ദീനിയായ വാഞ്ചനകൾ കൊടുക്കണം. നമ്മളെല്ലാവരും അതിനെന്ത് വേണം? കുടുംബം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണം. കുടുംബത്തിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളറിയോ എത്രയോ കുട്ടികൾ കരയുന്നത് അതിന്റെ പേരിലാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാകും? വലിയ വീടുണ്ടാകും, വലിയ എന്താ പറയുക റൂമുകൾ ഉണ്ടാകും, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ വാപ്പയും ഉമ്മയും നല്ല ടേംസിലല്ല. അവർ തമ്മിൽ എന്തോ ഒരു ശീതസമരം, കോൾഡ് വാർ എന്നാണ് അതിന് പറയാം. പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല, പക്ഷേ ഉമ്മയുപ്പയും മിണ്ടാതെ നടക്കുന്നു. ചില സമയത്ത് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്ന് കാണുന്നു, അതിനിടയ്ക്ക് ചിലപ്പോൾ വഴക്ക് കൂടുന്നു. അത് മക്കൾ സ്തംഭിച്ചിട്ട് നോക്കി നിൽക്കുന്നു. ഈ കുട്ടി പിന്നെ എങ്ങോട്ട് വളരാനാണ്? ഏത് ലോകത്തേക്ക് ഉയരാനാണ്? നേരെ മറിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ദിവസത്തിൽ ഏകദേശം എല്ലാ ദിവസവും വാപ്പ ചപ്പാത്തി കഷ്ണം എടുത്തിട്ട് ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു രംഗം നമ്മുടെ മക്കൾ കണ്ടിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും വല്ലാത്തൊരു സ്നേഹത്തിലാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിസ്കാരക്കായി, പക്ഷേ ചില സമയത്ത് നമുക്കൊന്ന് ജമാഅത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാം, പോണം 5 വക്തും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം. ചിലപ്പോ ഉറക്കത്തിൽ പെട്ടുപോയി, ഒറ്റക്ക് നിസ്കരിക്കല്ലേ, ഭാര്യ മക്കളോട് പറ നമുക്കൊന്നിച്ച് നിസ്കരിക്കാം. എന്നിട്ട് പറ്റുമെങ്കിൽ ചെറിയ മക്കളെ പിടിച്ചിട്ട് ഇമാമത്ത് നിർത്ത്. കാരണം എന്തിനാണെന്നറിയോ? ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ. എന്നും വാപ്പ ഇമാമത്തിക്കല്ലേ, നമ്മളാ പഠിച്ചാളെന്നും വിചാരിച്ച് നിൽക്കല്ലേ. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ ഇമാമത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാകും. ഇതൊക്കെ ദൈവത്തിന്റെ ചില ഹിക്മത്തുകളാണ്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. കോട്ടക്കൽ ഒരു പള്ളിയിലേക്ക് കയറിയതാണ്. ഞാൻ യാത്രയിലായതുകൊണ്ട് ജമാഅത്ത് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ കയറിയപ്പോഴേക്ക് ജമാഅത്തൊക്കെ പിരിഞ്ഞു പോയി. മീൻസ് എല്ലാ നിസ്കാരം കഴിഞ്ഞ ആളുകൾ പോയിട്ടുണ്ട്. ളുഹർ നിസ്കാരം, അസർ നിസ്കാരം, അങ്ങനെ എന്തോ ആണ്. ആ സമയത്ത് ഹിപ്പി ചെയ്തിട്ട് ആകെ മുടിയൊക്കെ കണ്ട് നീട്ടി എങ്ങനെയൊക്കെയോ പാൻറിട്ട് ആകെപ്പാട് അവനെങ്ങനെ കണ്ടാൽ അവന്റെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റൂല. ശരീഅത്തിന്റെ വിധി അനുസരിച്ച് നിസ്കരിക്കാൻ പറ്റൂല. പക്ഷേ ദീനിൽ ദഅവത്തിന്റെ ഒരു രീതി വേറെയാണ്, ഇബാദത്തിന്റെ രീതി വേറെയാണ്. ഫത്വകൾ പഠിച്ചിട്ടുള്ള ഉസ്താദുമാർക്കറിയാം, ഒരു ദാഴിക്ക് മദ്യഷാപ്പിന്റെ അരികിൽ പോകാവുന്നതാണ്. അവിടെ വെച്ചിട്ടും അവൻ ദഅവത്ത് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരു ആബിദിന് മദ്യശാലയിലേക്ക് പോകാൻ പറ്റൂല. കാരണം അവിടെ ഇബാദത്തിന്റെ കേന്ദ്രമല്ല, അത് ദഅവത്തിന്റെ കേന്ദ്രമാണ്. പറഞ്ഞു മനസ്സിലായോ? അവിടെയുള്ള മോശപ്പെട്ട ആളുകളെയും ദഅവത്ത് ചെയ്ത് മാറ്റേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പയ്യനെ ഞാനൊന്ന് തോണ്ടി
തോണ്ടലല്ല അതിന്റെ രീതി. പക്ഷെ എനിക്കത് അറിയില്ല എന്ന് വിചാരിച്ചു. തോണ്ടാൻ പറ്റൂല കേട്ടോ, പഠിച്ചവർക്കറിയാം. നമ്മൾ വന്നിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ കാലിന്റെ ഇതിന്റെ ഇങ്ങനെ നിൽക്കലാണ്. അപ്പൊ ആള് മനസ്സിലാക്കണ ആള് ബാക്കിലുണ്ട് എന്നുള്ളത്, ഇല്ലെങ്കിൽ നമ്മളാകെ തെറ്റിപ്പോവും. അതുകൊണ്ട് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി ഞാനും തോണ്ടിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവന്റെ നിസ്കാരം ആകെപ്പാട് ഒരു തരം സ്പീഡുള്ളതൊക്കെ ആയി. കാരണം അവന് ഇമാമത്തൊന്നും ശീലയില്ല. അങ്ങനെ അവൻ പിന്നെ ബാക്കി രണ്ടും കൂടി നിസ്കരിക്കേണ്ടി വന്നു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ 2 എണ്ണം കൂടി നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ എന്നെ കാത്തു നിൽക്കുകയാണ്. ഈ ഒരു തരം മുടിയെല്ലാം ചപ്രാച്ചിയായി വെട്ടി, പാൻറ്റെല്ലാം ഇറക്കി പിടിച്ച് ശരിക്കൊന്ന് റുക്കോ ചെയ്താൽ പല ഭാഗങ്ങളും കാണുന്ന ആ കോലമുള്ള പയ്യൻ, ആ പയ്യൻ എന്നെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാനെന്താ എന്റെ പിന്നിൽ നിസ്കരിച്ചാൽ എന്താ കുഴപ്പം? സാറേ, ഞാൻ ആദ്യമായിട്ട് വരികയാണ്, എന്റെ പിന്നിൽ ഇന്നേ വരെ ജീവിതത്തിൽ ആരും നിസ്കരിച്ചിട്ടില്ല, ഇന്നേ വരെ. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ആ പള്ളിയിൽ ഇപ്പോ ഈ ചപ്രാച്ചി മുടിയില്ലാതെ, ഈ പാൻറില്ലാതെ നല്ല രീതിയിൽ വരുന്ന, എന്നും 5 വക്ത് വന്ന് നിസ്കരിക്കുന്ന ഒരു മോനായി ആ കുട്ടി മാറി എന്നതാണ് ആ ഒരൊറ്റ ഇമാമത്തിന്റെ ഉത്തരവാദിത്വം. നമ്മൾ കുട്ടികൾ അങ്ങനെ ഡീൽ ചെയ്യണം. ഞാൻ ഡീൽ ചെയ്ത കഥ പറയല്ല, സൈക്കോളജിയുടെ ചില എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. നമ്മുടെ മോന് ചിലപ്പോൾ ഒന്ന് മുടിയൊക്കെ എങ്ങനെയെങ്കിലും വെട്ടിവരും, അഥവാ ഫുട്ബോളിന്റെ പേരിൽ, ഈ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കണ്ടാവും, അതിന്റെ പേരിൽ അവൻ ആകെ ശകാരിച്ച് പ്രശ്നങ്ങളാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നെയും ചീത്ത പറഞ്ഞ് അങ്ങനെ നടക്കല്ലേ. പകരം സ്നേഹത്തോടെ ചേർത്തിട്ട്, മോനെ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു കുസൃതി വന്നാൽ ആ കുസൃതിയുടെ പേരിൽ അടിക്കല്ലേ. ആ കുട്ടിയെ ചാരത്ത് ചേർത്തിട്ട് കഥ പോലെ പറഞ്ഞു കൊടുക്കും. എപ്പോഴും ചാരത്ത് ചേർക്കുന്നവരെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അത് ഉമ്മയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഇന്ന് ഉമ്മമാർക്ക് അതിനൊന്നും നേരമില്ല. കാരണം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മമാര് ഫുള്ള് തോണ്ടിയിരിപ്പാണ്. ഉമ്മ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലും, ഉമ്മ ഫുള്ള് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയാണ്. പിന്നെ കുട്ടിയെ നോക്കാൻ എവിടെ നേരം? ഞാൻ ചില സമയത്ത് സൂചിപ്പിക്കാൻ, ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ, ആ കാലല്ലേ നിങ്ങൾ പറയരുത്, ഓടി വരുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മ ചായയും അപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വരവുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോഴേക്ക് കൈ പിടിച്ചോട്ട് ഇങ്ങനെ അണഞ്ഞു ചേർക്കുന്ന ഒരു ഉമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ വളർന്നു. ഇന്ന് കുട്ടികൾ വരുന്നത് ഉമ്മമാരറിയുന്നില്ല, ബാഗ് വെക്കുന്നത് അറിയുന്നില്ല, പോയിട്ട് TV തുറന്നത് അറിയുന്നില്ല, ഫ്രിഡ്ജ് തുറന്ന് ഭക്ഷണം കഴിക്കുന്നത് അറിയുന്നില്ല. ഉമ്മ അപ്പോഴൊക്കെ എന്തെങ്കിലും വന്നിട്ട്, ഉമ്മ അതെവിടെ ഇതെവിടെ ഇവിടുന്ന് വിളിച്ചു പറയാണ്, അവിടെ എടുത്തോ അവിടെ എടുത്തോ ഇവിടെ എടുത്തോ. മക്കളെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കാൻ നമ്മൾ കഴിയണം. അപ്പോഴേ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. അപ്പോഴേ എല്ലാ കാര്യങ്ങളും നമുക്കനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യും. ആ ഒരു രീതിയിലേ നമ്മൾ പോകാം. വളരെ ഷോർട്ടാക്കി പറഞ്ഞാൽ, ഈ പറയുന്ന ദഅവത്ത്, ഞാൻ 4 ടോപ്പിക്കാണ് നിങ്ങളോട് പറഞ്ഞേ, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ദഅവത്ത് നമ്മുടെ മക്കളെ പീക്ക് ലൈനിൽ പ്രബോധകരാക്കി മാറ്റുക. പറ്റുമെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി ലോക സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഉച്ചസ്ഥരായിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുക. ലോകത്തിലെ എല്ലാ മതക്കാരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണെന്ന് പഠിപ്പിച്ചു. എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ വർത്തിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക. എന്നാൽ അതേ മകൻ തന്നെ രാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവോട് അങ്ങേയറ്റത്തെ പ്രാർത്ഥനയിൽ കഴിയുന്ന മോളാക്കി ആ കുട്ടിയെ വളർത്തുക. ഇതെല്ലാം ഒരാൾ തന്നെയായിരിക്കണം. നമ്മളെ കുട്ടികൾ ഇനി ഡോക്ടറാണെന്ന് വിചാരിച്ചോ, നമ്മുടെ കുട്ടികൾ ഇനി എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചോ. ഞാനൊരു ഉദാഹരണം പറയാം. നബാത്തെ ഖുത്തുബയാണ് സാധാരണ നമ്മുടെ ഇതിലൊക്കെ ഓതാറുള്ളത്. നബാത്തെ ഖുത്തുബ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പണ്ട് കാലത്ത് നടന്ന ഖുത്തുബയുടെ ഏടുകളാണ്. വളരെ പക്വമായ നല്ല, പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ലാത്ത നല്ല ഖുത്തുബകളാണ്. ഖുത്തുബകളുടെ സാഹിത്യം കുറച്ച് കൂടുതലാണ്, അതിന് അദബിയാത്ത് വളരെ ശക്തമാണ്. ആ കിതാബും ഇല്ലാന്ന് വെച്ചോ, ആ കിതാബ് അവിടെ ഇല്ല. ഉസ്താദ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു നോക്കി, ഉസ്താദ് വീട്ടിൽ പോയതാണ്, ഏതോ നാട്ടിൽ പോയതാണ്. അവിടുന്ന് വരുമ്പോ ഈ കിതാബും കൊണ്ട് വരുമ്പോ പെട്ടെന്ന് എന്തോ പറ്റിപ്പോയി ആശുപത്രിയിലായി. ആ സമയത്ത് പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോ അന്ന് ഖുതുബ ഓതണം, ഇമാമത്ത് നിൽക്കണം. പള്ളി വെള്ളിയാഴ്ചയാണ്. ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് ആശുപത്രിയാണ്. ഉദാഹരണം പറയാണ്. ആരുണ്ട് എന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോ, ആരുണ്ട് എന്ന് സെക്രട്ടറി ചോദിക്കുമ്പോ പേടിച്ചോണ്ട് നിൽക്കുന്ന അവിടെ ഒരു ഉസ്താദുമാരും വേറില്ല എന്ന് വിചാരിച്ചോ? നമ്മുടെ മകൻ കയറണം, എന്നിട്ട് കിതാബില്ലാതെ അറബിയിൽ സുന്ദരമായി 2 ഖുതുബകൾ നടത്തണം. അതിനുശേഷം അവൻ ഇമാമത്ത് നിൽക്കണം. ഡോക്ടറായ മകൻ, എഞ്ചിനീയറായ മകൻ, ചിലപ്പോൾ കലക്ടറായ മകൻ, അങ്ങനെ രണ്ടും കൂടി പഠിപ്പിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തണം. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണത് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നിങ്ങൾ തുടങ്ങി വെച്ചു.
നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മക്കളിൽ ഒരാളെങ്കിലും ഹാഫിളായിട്ട് വേണമെന്ന്. അപ്പൊ എത്ര ഹാഫിളീങ്ങൾ ഉണ്ടാവും ഇവിടെ? എല്ലാരും ഹാഫിളാക്കണം, ആലിമാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് വേണ്ടത്. ഒരാളെയെങ്കിലും അല്ലാഹുവേ എനിക്ക് തന്ന മക്കളിൽ ഒരാളെയെങ്കിലും എനിക്ക് ഹാഫിളാക്കണമെന്ന് നിയ്യത്ത് വെക്കുമ്പോ നമ്മുടെ കുട്ടിയിൽ ഒരാളുണ്ടാകും. അതെന്തിനാണെന്നറിയോ? നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു ദിവസം വരും. അതധികം ദൂരത്തൊന്നും ആവില്ല ചിലപ്പോ. ആ സമയത്ത് നമ്മുടെ ഡോക്ടറും എഞ്ചിനീയറും മാനേജറും ഒക്കെ ആയിട്ടുള്ള മക്കളുണ്ടാകും. പക്ഷെ അവരെല്ലാരും കൂടി തള്ളി നിർത്തിയിട്ട് മോനെ നീ നിൽക്കണമെന്ന് പറഞ്ഞ് അവസാനമായി തന്റെ പിതാവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് കൈകൾ ഓങ്ങിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ ഹാഫിളായ മോനാണ്, നമ്മുടെ ആലിമായ മോനാണ്. മറ്റാർക്കും അതിന് കഴിയില്ലെങ്കിൽ പോലും അങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കേണ്ടത്. കരഞ്ഞുകൊണ്ടെന്ന് മയ്യത്തിന് നിസ്കരിക്കുന്ന ഒരു മോനാക്കി നമ്മുടെ മക്കളെ വളർത്തണം. ഒരു കുട്ടിയെങ്കിലും നമ്മൾ ഹാഫിളാക്കാൻ വേണ്ടി തീരുമാനിക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കണം. ഇനി ചിലപ്പോൾ മെമ്മറി, ഹിഫ്ളിന് വേണ്ട മെമ്മറി വേറെയാണ്, ആലിം കോഴ്സിന് വേറെ മെമ്മറി വേറെയാണ്. ചിലർക്ക് ചിലപ്പോൾ ഹാഫിളാകാൻ കഴിയില്ല, ആലിമാകാൻ കഴിയും. ചിലർക്ക് ആലിമാകാൻ കഴിയില്ല, ഹാഫിളാകാൻ കഴിയും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരു പണ്ഡിതനായി മാറണം. അത് കേവലം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണ്ഡിതനല്ല, അത്ര ഫസീഹായ തഹ്ഖീഖ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് മുത്താലഅ ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുന്ന സുന്ദരമായ ഒരു മോനാക്കി നമ്മുടെ മക്കളെ വളർത്തണം. പെണ്ണാകട്ടെ ആണാകട്ടെ, ഒരു കുട്ടിയെങ്കിലും. അതിനാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ചരിത്രപ്രകാരം ഇറാഖിൽ നിന്ന് പണ്ടോ എങ്ങോ വന്നിട്ടുള്ളൊരു വലിയ കൂഫയിൽ നിന്ന് വന്നിട്ടുള്ളൊരു മഹാരഥന്റെ പേരിൽ നിങ്ങൾ ഇത് തുടങ്ങുമ്പോ ഒരു മകനെയെങ്കിലും നമ്മൾ അങ്ങനെയാക്കണമെന്ന് നിയ്യത്ത് വെക്കണം. ഇപ്പുറത്ത് ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മോളായി നമ്മുടെ പെൺമക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അപാര സിദ്ധിയുള്ളവരാണ്, അപാര കഴിവുള്ളവരാണ്. അവരെ കെട്ടിച്ചയക്കുമ്പോ വരെ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, നമ്മളായിട്ട് തെരഞ്ഞെടുത്ത ഒരാള് ആളുടെ കപ്പാസിറ്റി എന്താണ്, അയാളുടെ ഇതെന്താണ് എന്ന് നോക്കാതെ കേവലം വാപ്പാക്ക് എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര പറമ്പുണ്ടെന്ന് നോക്കിയിട്ട് നമ്മളെ മക്കളെ കെട്ടിക്കല്ലേ. അവളെ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ വ്യക്തിത്വം എന്തെന്ന് പഠിക്കുക. കെട്ടാൻ പോകുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ വ്യക്തിത്വം അത് പ്രധാനമാണ്, അവന്റെ സ്വഭാവം പ്രധാനമാണ്. അവന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവന്റെ ഐഡന്റിറ്റി, അവന്റെ പേഴ്സണാലിറ്റി അത് പ്രധാനമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയൊന്ന് നോക്കണം. ദയവ് ചെയ്ത് പെണ്ണ് കാണാൻ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കല്യാണം കഴിക്കുന്നു 1 മാസം കൊണ്ട് പിരിയുന്നു, കല്യാണം കഴിക്കുന്നു 2 മാസം കൊണ്ട് പിരിയുന്നു. ഇത് ഒരു ദിവസം ചുരുങ്ങിയത് 100 ആളുകളിൽ നിന്നെങ്കിലും കേൾക്കുന്ന ഒരു ചെറിയ മനുഷ്യന്റെ പേരാണ് എന്റെ പേരെന്ന് നിങ്ങൾ വിചാരിച്ചോ. 100 ആളുകളെങ്കിലും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും എനിക്ക് ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഫോൺ കോളായിട്ടും അല്ലാതെയും അയക്കുന്നുണ്ട്. എന്റെ മോള് തലാക്കിലാണ്, എന്റെ മോൾ അതാണ്, എന്റെ മോൾ ഇതാണ്. ഇപ്പൊ അതിന്റെ പെരുപ്പ് കൂടിക്കൂടി വരികയാണ്. ചില കുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന തോന്നല, കാരണം മറ്റുള്ളവരുടെ കഥ കേട്ട് കേട്ട് കല്യാണം പോലും വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണവും കുറവല്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരു പയ്യൻ കാണാൻ വന്നാൽ, ചിലപ്പോൾ അതാരും പറയാത്തതാകാൻ കറിഞ്ഞുകൂടാ, പറയാൻ വന്നാൽ ആ കുട്ടിയോട് എല്ലാവരും കൂടിയിട്ട് ചോദിക്കരുത് നിനക്ക് പറ്റിയോ, നിനക്ക് പറ്റിയോ. അമ്മായി എവിടുന്ന് വയ്ക്കുക, അളാമ്മ എവിടുന്ന് വയ്ക്കുക, മൂത്തമ്മ എവിടുന്ന് വയ്ക്കുക, അമ്മ എവിടുന്ന് വയ്ക്കുക. പ്രഷറിൽ കുട്ടി പറയും പറ്റിയെന്നറിയും. ദയവ് ചെയ്ത് കൂട്ടത്തിൽ വെച്ച് ചോദിക്കല്ലേ. ആ കൂട്ടത്തിൽ അത്യാവശ്യം ഒരു കൗൺസിലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാൾ ഒറ്റക്ക് കൊണ്ടുപോയിട്ട്, അത് അമ്മായി ആകട്ടെ, അമ്മാവനാകട്ടെ, ആരും ആകട്ടെ, മെഹറമായ ഒരാൾ കൊണ്ടുപോയിട്ട് ചോദിക്കണം, മോളെ നിനക്ക് പറ്റിയോ, അവന്റെ ഫേസ് കട്ട് നിനക്ക് പറ്റിയോ, അവന്റെ വർത്തമാനം നിനക്ക് പറ്റിയോ. 100% പെൺകുട്ടിക്ക് പറ്റിയാലല്ലാതെ ഒരിക്കലും ഒരു ആൺകുട്ടിയെ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. 100% ആ പെൺകുട്ടിക്ക് പറ്റണം, 100% ആൺകുട്ടിക്കും പറ്റണം. ഇത് ജീവിതമാണ്. ചില ആൾക്കാരെ വിളിച്ചു പറയും, സാറേ എന്താ ചെയ്യാ, ഞങ്ങൾ എല്ലാരോടും എന്ത് പറഞ്ഞു, മിഠായി കൊടുക്കല് പറഞ്ഞു. എന്ത് മിഠായി കൊടുക്കല്? നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇപ്പൊ മിഠായി കൊടുക്കാന്നും പറഞ്ഞാണ് നിങ്ങൾ കാണിക്കുന്ന പ്രഹസനമുണ്ടല്ലോ, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഷോപ്പ് തുടങ്ങാനുള്ള മിഠായും കൊണ്ടാക്കുക. ഇപ്പത്തെ ഒരു ചടഞ്ഞൊരു രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്ന എല്ലാവരും മിഠായി പൊതിയിട്ട് വരും. എന്നിട്ട് ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മായിയും കൊണ്ടുവരണം, മെളാമയും കൊണ്ടുവരണം, മെളാമാനെ കെട്ടിച്ച മോളും കൊണ്ടുവരണം. ഇതൊരു വല്ലാത്തൊരു ഇടങ്ങേറ്. എന്നിട്ട് 150 ആൾ പോകണമെങ്കിൽ 150 കൊട്ട മിഠായി. എവിടുന്ന് കിട്ടി നമുക്കിതെല്ലാം? ഞാനതിനെ വിമർശിക്കല്ല, നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എവിടുന്ന് കിട്ടി നമുക്കിതെല്ലാം? മിഠായി കൊണ്ടുപോകലാണോ ഇതൊക്കെ? ഞാൻ മിഠായി കടക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഈ പ്രസംഗം വേറെ എവിടെ പ്രസംഗിച്ച് ഇതേപോലെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളെ മിഠായിനെ പൊളിക്കരുത് കേട്ടോ. പക്ഷെ എവിടുന്ന് കിട്ടി നമുക്ക് ഈ സംസ്കാരം?
എന്നിട്ട് മൊബൈൽ കൊണ്ടുപോയി കൊടുക്കുക. വിവാഹത്തിന് മുമ്പേ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവില്ല, നിക്കാഹ് 1 കൊല്ലം കഴിഞ്ഞിട്ട്, എന്നിട്ട് മൊബൈലും കൊടുത്തിട്ട് പോരുക. എത്രയോ കേസുകൾ. എന്നിട്ട് അവര് കറങ്ങാൻ പോവുക. കല്യാണം നിശ്ചയിച്ചാൽ കറങ്ങാൻ പോവാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നിക്കാഹ് തന്നെ കഴിയണം. ഇതിന് ഓരോന്നിനും ഓരോ രീതികളില്ലേ. ഹൈന്ദവരായ വിവാഹം കഴിക്കുന്ന ആൾക്കാർ ബൊക്കയും മാലയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് താലി കെട്ടാനാണെങ്കിൽ ആ താലി കെട്ടാൻ അവർ മുഹൂർത്തം 11:30 തീരുമാനിച്ചതെങ്കിൽ 11:30 താലി കെട്ടുള്ളൂ. അത് അവരുടെ ആചാരമാണ്, അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇതേപോലെ നമുക്ക് ചില ഇതുണ്ട്, ഓരോ രീതികളുണ്ട്. നമ്മൾ JCBയിൽ പുതിയാപ്പട പോവുക, അതേമാതിരി തന്നെ പെൺകുട്ടിയെ അവിടെ ഇറക്കിയിട്ട് ടൗണിലൂടെ ഡാൻസ് കളിച്ച് പോവുക. ഇതെവിടുന്ന് കിട്ടി? ഒരു പാവം പിതാവെന്ന് നിന്നിട്ട് കരയാണ്, ഒരു പാവം മാതാവെന്ന് നിന്നിട്ട് കരയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ഒരു ദിവസത്തിൽ അവരെല്ലാവരും കരയാണ്. എനിക്കറിയാം, എനിക്കൊരു മോളുണ്ട്. ആ മോളെ കെട്ടിക്കുന്ന ദിവസത്തിൽ അവളെ വഴിയിൽ ഇറക്കിയിട്ട് അവന്റെ കൂട്ടുകാരും എല്ലാരും കൂടി ഡാൻസ് ആടിയിട്ട് മനുഷ്യനെ മുഴുവനും അപായപ്പെടുത്തി നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുമ്പോ ഒരു പിതാവിനൊരു ഏങ്ങലടിച്ചൊരു കരച്ചിലുണ്ട്. അള്ളാഹുവിന്റെ അർശ് പോലും കിടുങ്ങുന്ന കരച്ചിൽ. അന്നത്തെ ദിവസമെങ്കിലും സുന്ദരമായ ജീവിതം അവർക്ക് കൊടുക്കും, സുന്ദരമായ ജീവിതം. ഞാൻ പറയും, ഇതൊക്കെ ഒരു തരം ലവബിള, സ്നേഹത്തോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. ഓരോ ടച്ചിങ്ങിന് പോലും, ഓരോ സ്പർശനത്തിന് പോലും ഒരു സ്നേഹമുണ്ട്. കല്യാണത്തിന്റെ ദിവസത്തിലെ ഫോട്ടോ സെഷൻ ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ നിങ്ങളുടെ ഉദ്യമം ചെയ്യാണ്, നിങ്ങളെ വിളിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യം തന്നെ കുട്ടിയുടെ കവളത്തുന്നുള്ളത് ക്യാമറക്കാരൻ പറയും, ആദ്യം തന്നെ കുട്ടിയുടെ നെറ്റത്തുമ്മ കൊടുക്കേണ്ടത് ക്യാമറക്കാരൻ പറയും. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഞങ്ങളെ പഠിപ്പിക്കല്ല. ഞാൻ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സിനിമക്കാരെ പരിപാടിയൊന്നുമല്ല, മമ്മൂട്ടി ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ 100-200 ആൾക്കാരുടെ ഒരു പരിപാടി. അതിൽ സിനിമ ഫീൽഡിൽ അതിമനോഹരമായ ഒരാളായിരുന്നു ക്യാമറ, വേണുവിന്റെ ക്യാമറ പോലെ. അയാൾ ഒരാളെയും തിരിച്ചു നിർത്തിയില്ല, ഒരാളോട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞില്ല. ആ സംഭവത്തിന് അങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലൈവ് ഫോട്ടോ സെഷൻ. മമ്മൂട്ടി മുഖ്യമന്ത്രിയും കൂടി എപ്പോഴും വർത്താനം പറഞ്ഞു, സ്റ്റേജിൽ ആരൊക്കെ വർത്താനം പറഞ്ഞു അത് പോയി എടുക്കുന്നു. ഒരാളെയും മാറ്റി നിർത്തിയില്ല. ഇങ്ങനെ നിർത്തിയിട്ട് ചിരിക്കുക, അങ്ങോട്ടാക്കി. അതൊന്നും പ്രൊഫഷണൽ ക്യാമറയല്ല. ഇപ്പോ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ആ സാധനത്തെ അങ്ങനെ ഒപ്പിയെടുക്കില്ല. ക്യാമറക്കാരുള്ളത് തന്നെ അവിടെ ആരും അറിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ വേണോ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ. അല്ലാതെ ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഹഗ് ചെയ്യുക, ഇങ്ങനാക്കി അങ്ങനാക്കി എന്ന് പറഞ്ഞത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, ചിലപ്പോൾ ജനറലായിട്ട് ചേർന്നതായിരിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും മതപരമായ ആചാരമാണ്. ആ കുട്ടിയുടെ കവിളത്തെപ്പത്തൊടണമെന്ന് നമ്മൾ തീരുമാനിക്കും, ക്യാമറക്കാരൻ പറഞ്ഞിട്ടല്ല തീരുമാനിക്കുക. എല്ലാ ക്യാമറക്കാരോടും നമ്മൾ ക്ഷമ ചോദിക്കും. ഞാൻ എൻ്റെ വിശ്വാസം പറഞ്ഞ് മുന്നോട്ട് പോകും, കാരണം അതൊരു പവിത്രമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഒരു പ്രസംഗം വെച്ചിട്ട് കരഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്ക് കരച്ചിൽ വന്നത് ഒറ്റ കാര്യമാണ്, അവിടുത്തെ ഖബർ കുഴിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പോഴാണ്. കാരണം ഞാൻ അവരെങ്ങനെ നോക്കി, നമ്മളെ അവസാനം തൊടുന്ന ആളാണ്. ഇവർ ചിന്ത വേണ്ടേ നമുക്ക്? മറിയക്കുട്ടി താത്തയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലൊരു പാവം ഉമ്മാമയാണ്. ഞാൻ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് കുറെ സഹായങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാൻ പോകും. ആമനിക്കുട്ടി താത്ത, മറിയക്കുട്ടി താത്ത, ആമനിക്കുട്ടി താത്ത പറയലുണ്ട്, മോനെ നീ എൻ്റെ കയ്യിലേക്കാണ് ആദ്യമായിട്ട് വീണത്. എൻ്റെ പ്രസവം എടുത്ത സ്ത്രീയാണ് അവര്. അപ്പൊ എന്നെ തൊട്ടത് എൻ്റെ ഉമ്മയേക്കാൾ ആദ്യം ആമിനത്താത്തയാണ്. ആമിനത്താത്ത അങ്ങനെ തന്നെ കാണണം. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു കിളവിയായ ഒരു സ്ത്രീ കടന്നു വരുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ആദരിക്കുന്നത് കണ്ടു. ഖദീജ ബിവി ചോദിക്കുകയാണ്, ഇതാരാണ് എന്ന്. അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മി ബഅദ ഉമ്മി, എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മ. അപ്പൊ എന്താ കഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ജനിക്കുന്നതിന് മുമ്പ് വഫാത്തായി. 6ാമത്തെ വയസ്സിൽ മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. മാതാവും കൂടി പോയപ്പോ ഖബർ ഗേഹത്ത് ആളുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടും അങ്ങോട്ടെന്നെ ഓടുന്ന 6 വയസ്സുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും വലിക്കാണ്. അതൊരു സ്ത്രീ ആയിരുന്നു, ഉമ്മയുടെ കൂട്ടുകാരിയായ ഒരു സ്ത്രീ. ആ സ്ത്രീ വലിക്കും, വിശ്വാസം അങ്ങോട്ടെന്നെ പോകും. ഒരുപാട് ആളില്ലാതെ പിന്നെ ആ സ്ത്രീയുടെ കയ്യും പിടിച്ചോണ്ടാ പോന്നത്. അവർ വന്നിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നു.
മൂത്താപ്പയുടെ അരികില്, പിന്നങ്ങനെ വളരുന്നു, പിന്നങ്ങനെ വളർന്നു വരുന്നു. കാലങ്ങൾക്ക് ശേഷം ഈ പാവം സ്ത്രീ തന്റെ വീട്ടിലേക്ക് വരുമ്പോ അന്ന് റസൂലുള്ളാഹിക്ക് 35-40 വയസ്സ്, അല്ലെങ്കിൽ അതിനോടടുത്ത വയസ്സാണ്. ആ സമയത്ത് പോലും എഴുന്നേറ്റാതിരിക്കുമ്പോ സഹധർമ്മിണി ചോദിക്കുകയാണ് ഇതാരാണ് എന്ന്. അപ്പോഴാ പറഞ്ഞത് ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ കൂട്ടുകാരികളോട് പോലും നമുക്ക് വല്ലാത്ത സ്നേഹമാണ്. കാരണം അത് ഉമ്മയോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം പവിത്രമാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരോടുള്ള ടച്ചിങ്, അവരോടുള്ള സംസാരം എല്ലാം പവിത്രമാണ്. തമാശകൾ വേണം. വാപ്പയെ പിടിച്ച് തള്ളാനുള്ള, അഥവാ കുളം കാണുമ്പോൾ, സ്വിമ്മിംഗ് പൂള് കാണുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാത്രമുള്ളെങ്കിൽ നമ്മളെ പിടിച്ചുന്താനുള്ള, എൻ്റെ മക്കൾ എന്നെ പിടിച്ച് തള്ളാറുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കളെല്ലാവരും കൂടി വന്നിട്ട് ഉഷാറായിട്ട് വാപ്പേ എന്ന് പറയുന്നത് തള്ളു. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കണം ഒരു പിതാവ്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കരുത്തനായി നിൽക്കരുത്. പക്ഷേ എല്ലാം പവിത്രമാണ്. യാത്ര പറയുമ്പോ നമ്മുടെ കുട്ടിയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കൽ പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കിതാബുകളിൽ കാണുന്ന 148 യാത്ര നടത്തി. അതിൽ മുഴുവൻ യാത്രകളിലും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടായിരുന്നു അവസാനമായി യാത്ര പറഞ്ഞിരുന്നത്. യാത്ര കഴിഞ്ഞാൽ മസ്ജിദിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആദ്യം കാണാൻ പോയിരുന്നത് തന്റെ മകളെ തന്നെയാണ്. മകളുടെ നെറ്റിയിൽ ചുംബനം കൊടുത്തുകൊണ്ട് യാത്ര പോകുന്ന ഒരു പിതാവിനെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന കുട്ടിയാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളോടുള്ള ബന്ധം, നമ്മുടെ ഭാര്യയോടുള്ള, നമുക്ക് പവിത്രമാണ്. ലോകം ഇന്നത് ക്ലീശയായി ആഘോഷിക്കുന്നു എന്ന് വെക്കാൻ നമുക്ക്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ചുരുക്കുന്നു, ആദ്യം വിശ്വാസപരമായ കാര്യത്തിലൂടെ മുന്നോട്ട് പോവുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ സജ്ജമാക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ജീവിത ഗന്ധമാണ്. ഇന്ന് ആളുകൾ പല ഭാഗത്തുനിന്നും ഇതിനെങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകം എന്ന് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ലോക പ്രശസ്തരായ ആളുകളുടെ പ്രഭാഷണമുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. മുസ്ലിമീങ്ങളല്ലാത്തവരുടെയും പ്രഭാഷണമുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. ഇസ്ലാമാണ് ഇന്നത് ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത്. വേറെയുള്ള മതങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആരെയും ഞാൻ വിമർശിക്കുകയല്ല. പക്ഷെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് നിഷ്കർഷിക്കുന്നത് അവരാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു. ഒരു പള്ളിയിലച്ഛന്റെ ഒരു നല്ലൊരു സ്റ്റോക്ക് ഉണ്ട്, ഉന്നതമായ ഒരു പള്ളിയിലച്ഛന്റെ. പാലക്കാട് നിന്നും യാത്ര ചെയ്തിട്ട് കാസർഗോഡിലെ എല്ലാ വൃദ്ധസദനത്തിലും ഞാൻ പോയി. ഒരൊറ്റ വൃദ്ധസദനത്തിലും ഒരു മുസ്ലിം സ്ത്രീയെ പോലും ഞാൻ കണ്ടില്ല എന്ന് അദ്ദേഹം സംസാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെ കണ്ണുനീർ അഗ്നിയാണ്, എവിടെയാണ് ഉറ്റി വീഴുന്നത് അവിടെ കത്തിച്ചാമ്പലാകുമെന്ന്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും മാതാപിതാക്കൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ ഏറ്റവും മുഖ്യധാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. നീ നിന്റെ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുപോകുമ്പോ നിന്റെ പെൺകുട്ടിയിലെ കയ്യിൽ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അന്ന് ഏതാ കാലം എന്നറിയോ? പെൺകുട്ടിയാണെങ്കിൽ കൊന്നു കുഴിച്ചു മൂടുന്ന കാപാലികരുടെ നാട്ടിൽ വെച്ചിട്ടാണ്, ആ മനുഷ്യക്കൂട്ടത്തിൽ വെച്ചിട്ടാണ് പെൺകുട്ടിയെ നീ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത്. ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. പെണ്ണുങ്ങൾക്ക് ആദ്യമായി സ്വത്താവകാശം കൊടുത്തത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, ലോക ചരിത്രത്തിൽ ആദ്യമായി പെണ്ണുങ്ങൾക്ക് ഇത്രയും കൊടുക്കണമെന്ന് പറഞ്ഞത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, ഈസ് ഇറ്റ് ട്രൂ? ആരോടാ ചോദിക്കുന്ന? അലക്സാണ്ടർ ജേക്കബിനോട്, നമ്മുടെ മുൻ DGPയോട് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ? അപ്പൊ അദ്ദേഹം തിരിച്ച് പത്രക്കാരനോട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂല്, നിങ്ങൾ പറഞ്ഞതാ ഇതിനു മുമ്പ് ചരിത്രത്തിൽ ആരെങ്കിലും അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇത്ര സ്വത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ സംരക്ഷകനായി, കുട്ടികളുടെ സംരക്ഷകനായി മക്കളെ ഉമ്മ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് അനാഥ കുട്ടികൾ ഉണ്ടാകരുത്. അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ കൊണ്ടുപോകുന്ന സമയത്ത് വേഗത്തിൽ കൊണ്ടുപോയപ്പോ പതുക്കെ കൊണ്ടുപോ, അതിനെ നീ ക്രൂരമാക്കല്ലേ എന്ന് ആ ഒട്ടകത്തിന് വേണ്ടിയിട്ട് പോലും ഈ മനുഷ്യനോട് പറഞ്ഞു, പതുക്കെ കൊണ്ടുപോ, ഒട്ടകത്തോടും ഇത്ര വേഗത കാണിക്കരുത്.
പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സമയത്ത് കയ്യിൽ കൊടുത്തു സമ്മാനമായി രസകരമായി കാണാൻ കഴിവ് നല്ല ചന്തമുള്ള പക്ഷിക്കുഞ്ഞുങ്ങളെ ഉസ്താസമ്മ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അതിന്റെ തള്ളക്ക് ഇതിനെ തിരിച്ചു കൊടുക്കുക എന്ന്. ഒരു പക്ഷിയെയും കൂട്ടിലിട്ടടക്കരുതെന്ന്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് മഹാകവി എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിന്റെ. സ്വർണ്ണക്കൂട് കൊടുത്താലും കിളി കൂട്ടിൽ തന്നെ. സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നവർക്ക് ഞാൻ ഫത്വ പറയല്ല. പക്ഷിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പോലും കഴിയില്ല. ഞാൻ വളർത്താറില്ല. കാരണം കൂട്ടിലിട്ടിട്ടല്ല ഇവരെ വളർത്തേണ്ടത്. അവർക്ക് വിഹായസുകളുണ്ട്, പറക്കാൻ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്താണ്. നമ്മളെല്ലാരും കൂടി കൂട്ടിലിട്ടാൽ എങ്ങനെയുണ്ട്? അപ്പൊ ലവ് ബേർഡ്സ് അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഞാനൊരിക്കൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കുറേ പക്ഷികളെ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തും കൂടി ഒരു അണ്ണൻ്റെ അടുത്തുനിന്ന് ഫുള്ള് തിണ്ട് വാങ്ങി കൊട്ടകൾ. ഒരുപാട് പക്ഷികളുണ്ട്. എന്നിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവർക്കത് വിടാനേ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വിടുന്ന് പറഞ്ഞു. ഓരോരുത്തരെ കൊണ്ട് എൻ്റെ 2 മക്കളുണ്ട് അതിൽ. അന്ന് ഒരു ചെറിയ മക്കളാ. അവരിങ്ങനെ വിടാൻ തുടങ്ങി. പക്ഷി അങ്ങനെ പറന്നുപോയി. കൂട്ടിലകപ്പെട്ട പക്ഷിയെ സ്വതന്ത്രമാക്കൽ പോലും നന്മയുള്ളതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കുതിരയോടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് നീ നിന്റെ കുതിരയുടെ കുളമ്പടിപ്പാടുകൾ കണ്ടിട്ട് അത് തട്ടിയിട്ട് പോലും ഒരു ചേരട്ട പോലും അല്ലെങ്കിൽ ഒരു വസ്തു പോലും ചാകാതിരിക്കട്ടെ എന്ന് പറയണം മനസ്സിലെന്നാണ്. അത്രമാത്രം നല്ല മനസ്സ് നമുക്കുണ്ടാകണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കാർ ഓടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ, കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന വേണം, പഠിച്ചോനെ എന്റെ കാറിന്റെ ടയർ തട്ടിയിട്ട് ഒരു ജന്തു പോലും ചാകാതിരിക്കട്ടെ എന്ന്, ഒരു ഇഴജന്തു പോലും ചാകാതിരിക്കട്ടെ എന്ന്. ഇതിനെയാണ് തസവുഫിന്റെ മനസ്സ്, ഇഹ്സാന്റെ മനസ്സ് എന്നൊക്കെ പറയാം. ഈ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അപ്പൊ നമ്മൾ മഹല്ല് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയമായതുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ. ആദ്യമായിട്ട് നമ്മൾ അല്ലാഹുവിലേക്കുള്ള തഖ്വയാണ്. എന്റെ അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന്, അവനാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിലും വരാനിരിക്കുന്ന കാലത്തിലും കഴിഞ്ഞു പോയ കാലത്തിന്റെയും തുടക്കക്കാരനും ഒടുക്കക്കാരനും എന്ന് നമ്മൾ പഠിക്കണം. ലാഹൂത്ത് ജബറൂത്ത് മലക്കൂത്ത് അലമൂത്ത് ആലമുൽ അംർ ആലമുൽ മിസാൽ മലഉൽ അഅല സബ്അ സമാവാത്തിനെയും മേടി സമ്മാനമാടുന്നവനാണ് അവനെന്ന് നമ്മൾ പഠിക്കണം. വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനി, വലത്തെ കൈയിലിട്ട് ആകാശങ്ങളെ മുഴുവനും ഞാൻ പിടച്ചു കുടയുമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. എല്ലാ മനുഷ്യരും ജിന്നുകളും മലക്കുകളും മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പേടിയോടുകൂടി നിൽക്കുമ്പോ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ആരുണ്ട്? നിങ്ങൾ പറ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഏകനായ ഖഹാറായ അല്ലാഹു അല്ലാതെ ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരുണ്ട്? ഒരു ജിന്നും ഇന്നതല്ല, ഒരു മലക്കും ഇന്നതല്ല, ഒരു മനുഷ്യനും ഇന്നതല്ല. നിങ്ങളെല്ലാവരും എന്റെ സൃഷ്ടികളാണ്. സർവാധിപതി, സമഗ്രാധിപതി, സർവദീശത്വത്തിന്റെയും ഉടമസ്ഥൻ, ഏകഛത്രാധിപതി, അവനാണ് സമഗ്രാധിപതി, അവനാണ് സർവാധിപതി, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിലേക്കാണ് നമ്മുടെ യാത്ര. അതായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യം. ആ വഴി ഒന്നേ ഉള്ളൂ. ഒരുപാട് വഴികൾ നമുക്കറിയില്ല, ഒരൊറ്റ വഴിയേ നമുക്കുള്ളൂ. ആ വഴിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴികളെ പഠിക്കുന്നതിന്റെ പേരാണ് തഅലീമാത്ത്, അഥവാ നല്ല ഉഷാറായിട്ട് ദീന് പഠിക്കുക, മറ്റു കാര്യങ്ങളും പഠിക്കുക എന്നത്. അതിന്റെ ഭാഗമാണ് ഖിദ്മത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഖിദ്മത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. പരസ്പരം അസൂയയില്ലാതെ, കുശുമ്പില്ലാതെ, കുനിഷ്ടില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളില്ലാതെ നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം. പക്ഷെ ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും കീറിമുറിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. തെരഞ്ഞെടുപ്പാ വരുന്നത്. അപ്പുറത്ത് മാർക്സിസ്റ്റുകാരുണ്ടാകും, ഇപ്പുറത്ത് ലീഗുകാരുണ്ടാകും, അപ്പുറത്ത് കോൺഗ്രസ്സുകാരുണ്ടാകും, ഇപ്പുറത്ത് ബിജെപിക്കാരുണ്ടാകും. ദയവ് ചെയ്തിട്ട് പച്ചയായി പിച്ച് ചിന്തല്ലേ. മനുഷ്യരെ നിങ്ങൾ വെറുപ്പിച്ച് സംസാരിക്കരുത്. ഐഡിയോളജിക്കലി നിങ്ങൾ സംസാരിച്ചോളൂ. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കട്ടെ, അല്ലാതെ ഒരിക്കലും ഉണ്ടാകരുത്. ചിലപ്പോ റമദാൻ വരുമ്പോ, തെരഞ്ഞെടുപ്പിന്റെ കൊടുമ്പിരി നാദങ്ങൾ ഉയരുമ്പോ നമ്മുടെ റമദാനിനെ ആകാശത്തിൽ നിന്നും ചുരുട്ടിയെറിയുന്ന റമദാനാക്കി മാറ്റരുത്. ആവേശമുണ്ടാകട്ടെ തെരഞ്ഞെടുപ്പില്, അതിന്റെ പിന്നാലെ പൊയ്ക്കോളി നിങ്ങൾ. പക്ഷേ ആ സമയത്തൊക്കെയും പ്രതിപക്ഷ സ്നേഹം എന്ന് പറയുന്നത് പോലും പാലിച്ചുകൊണ്ട് ആരെയും വ്യക്തിപരമായി ഹത്യ ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. നമുക്ക് രാഷ്ട്രീയമുണ്ടോ? ഐഡിയോളജിക്കലി സംസാരിക്കാം. പച്ചത്തെറി വിളിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് മര്യാദയോടുകൂടി നമ്മൾ പോകണമെന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികളുണ്ടോ? ആ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പോകുമ്പോ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. പല ആളുകളും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആദ്യം നിങ്ങൾക്കൊരു സിഗരറ്റ് തരും, അല്ലെങ്കിൽ ഒരു ബീഡി തരും, അല്ലെങ്കിൽ വേറൊരു
മിഠായി തരും. ഇതിലൊന്നും കുടുങ്ങരുതേ എന്റെ മക്കളെ. അവസാനം നിങ്ങൾ എത്തുന്നത് ആ മിഠായിലൂടെ എത്തുന്നത് മിഠായിൽ മാത്രമല്ല, അതിന്റെ മുകളിലേക്ക് MDMA ആയി, LSD ആയി, അതിന്റെ മുകളിലേക്ക് പിന്നെയും കൊക്കൈനായി, ഹശീഷായി, അതിന്റെ മുകളിലേക്ക് പെറ്റഡിനായി, അങ്ങനെ കേറി പോയി സ്വന്തം മാതാവിനെ നേരെ കഠാര കൊണ്ട് ആഞ്ഞു കുത്തുന്ന കാപാലികനായി നമ്മൾ മാറാതിരിക്കാൻ ആര് തരുന്ന പുകയും നമ്മൾ വലിക്കരുത്, ആര് തരുന്ന മിഠായിയും നമ്മൾ കഴിക്കരുത്. മിഠായി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് സാധനമാണെങ്കിൽ നിങ്ങൾ വാങ്ങുകയോ കഴിക്കോ എന്തെങ്കിലും ചെയ്തോ, പക്ഷെ മിഠായി പോലും ഏതാണെന്ന് നോക്കണം. പെൺകുട്ടികളെ, നിങ്ങളോട് നിങ്ങളുടെ ഐബ്രോ പെൻസിൽ പോലും വകം മാറ്റി വരുന്ന ഒരു കാലത്താണ്. നിങ്ങളുടെ കണ്ണിലെ കുത്തിക്കാനുള്ള തുള്ളി മരുന്ന് പോലും വകമാറി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കവിളുകളെ സുന്ദരമാക്കാൻ വേണ്ടി നിങ്ങൾ തേക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള പാക്കപ്പുകൾ ഉണ്ടല്ലോ, ആ പാക്കുകളെല്ലാം കിഡ്നി രോഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പഠനം. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ കോഴിക്കോടുള്ള ആസ്റ്റർ മിംസിൽ 8 പെൺകുട്ടികൾക്കാണ് കിഡ്നി പെട്ടെന്ന് നഷ്ടമായത്. അഥവാ 17, 18, 20 വയസ്സുള്ള പെൺകുട്ടികൾക്ക്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതം. കാരണം ഇവർക്ക് 8 പേർക്ക് എന്ത് ഇങ്ങനൊരു അസുഖം വരാൻ? ഡീപ്പായ റിസർച്ച് നടത്തിയപ്പോ മുഖത്ത് തേച്ചിട്ടുള്ള അവരുടെ പാക്കുകളാണ് ഇതിന്റെ കാരണമെന്നാണ് ഡോക്ടേഴ്സ് കണ്ടെത്തിയത്. അഥവാ സൗന്ദര്യവർദ്ധക വസ്തുക്കളാക്കിയിട്ട് അവസാനം ഇതിന്റെ നീറ്റലും പുകച്ചിലും ഇതിന്റെ കെമിക്കൽസും അത് കിഡ്നി അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന കിഡ്നിയെ കുറിച്ചിട്ടാണ് ആസ്റ്റർ മിംസ് പഠനം നടത്തിയതും പത്രത്തിലേക്ക് വന്നതും. അതുകൊണ്ട് ഇല്ലാത്ത സൗന്ദര്യത്തിന് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മുടെ ജീവിതം തകർക്കരുത്. ഇല്ലാത്ത സന്തോഷത്തിന് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഒരിക്കലും ദയവ് ചെയ്തിട്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും മിഠായികൾ ഉപയോഗിക്കരുത്. ഇല്ലാത്ത ജീവിതത്തിന്റെ സന്തോഷത്തിന് ആരെങ്കിലും തരുമെന്ന് വിചാരിച്ച് ഹായ് മെസ്സേജുകൾ വിട്ടിട്ട് അവരെ കൊടുക്കാൻ നിൽക്കരുത്. അവര് നമ്മളെയും കൊടുക്കാൻ നിൽക്കരുത്. ഹായ് മെസ്സേജുകളിൽ നിന്ന് തുടങ്ങി പിന്നെ അത് വേറെ വ്യതിചാലങ്ങളിലേക്ക് പോകും. അവസാനം എന്താ സംഭവിക്കാന്നറിയോ? സ്വന്തം മാതാവിന് നേരെ ചൂണ്ടിക്കൊണ്ട് എനിക്ക് ഈ തള്ളയെ വേണ്ട എന്ന് കോടതിയുടെ വരാന്തയിൽ വെച്ച് പോലും പറയുന്ന മഹാപെൺകുട്ടിയായി, മോശക്കാരിയായ പെൺകുട്ടിയായി നമ്മൾ മാറും. ഇടനെഞ്ച് പൊട്ടിക്കൊന്നെന്ന് ഉമ്മ കോടതിയുടെ വരാന്തയിൽ വീഴും. മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാലിൽ വന്നിട്ട് കരയും. പർദ്ദയിട്ട ആ പാവം സ്ത്രീയെ പോലും നിങ്ങൾ കാലുകൊണ്ട് തട്ടും. പക്ഷേ 2 വർഷം, മാക്സിമം 3 വർഷം അതിൻ്റെ ഇടയിൽ നിങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. കാരണം അതൊരു ആൽക്കമിയാണ്, ഇതൊരു കെമിസ്ട്രിയാണ്. ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുക, എന്നിട്ട് അവിടെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ അബദ്ധത്തിലായി പോയല്ലോ എന്ന ചിന്തയുണ്ടാവുക. ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ. ഇതൊക്കെ ഡെയിലി കാണുന്ന ഒരാൾ, അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സാറേ, ഞാൻ അങ്ങനെ അബദ്ധത്തിൽ ചാടിപ്പോയി, ഇപ്പതാ എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാർ. പക്ഷെ എന്റെ ഉപ്പ പറയുന്നു ഞാൻ ഉപ്പാന്റെ മോളല്ലാന്ന്, എന്റെ ഉമ്മ പറയുന്നു ഞാൻ ഉമ്മാന്റെ മോളല്ലാന്ന്. അപ്പൊ ചിലപ്പോ പറയും എന്റെ 2 ചെറിയ മക്കള് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉമ്മയില്ലെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിതുമ്പി കരഞ്ഞ് അവസാനം അവര് കേൾക്കുന്നില്ലെന്ന് കാണുമ്പോ ആരോരും അറിയാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് കുതിച്ചു ചാടേണ്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പെൺകുട്ടികളുടെ ജീവിതം അതപ്പതിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഈ മഹല്ലിലെ പെൺകുട്ടികളോട്, ഇവിടുത്തെ സ്ത്രീകളോട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ദയവ് ചെയ്ത് അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന ലോകത്തിലേക്ക് കടന്നു പോകല്ലേ. നമുക്കറിയാം എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോ നിങ്ങൾ പറയുന്നത് ഇവിടെ എന്നല്ലേ, അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ പല രാജ്യങ്ങളിലും പോകുമ്പോ ആ രാജ്യത്തൊക്കെ 100 കൊല്ലം മുമ്പ് ഇങ്ങനെ നടന്നതാണ്, അവിടെ ഇതേപോലെ തന്നെ നടന്നതാണ്. അങ്ങനെ കാമുകന്മാരുണ്ടായതാണ്. നമ്മളൊക്കെ യൂറോപ്പിൽ പോകുമ്പോൾ ചില പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കല്യാണത്തിലോ അല്ലെങ്കിൽ അവരുടെ സൽക്കാരങ്ങളിലോ സുഹൃത്തുക്കൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ജെന്റിൽമാൻമാരായ ആൾക്കാരെ പരിചയപ്പെടുത്തും. എന്നിട്ട് അവരുടെ മക്കളെ പരിചയപ്പെടുത്തും. ഇതെന്റെ ഫസ്റ്റ് ലെവലിലുള്ള മോനാണ്, ഇതെന്റെ സെക്കൻഡ് ലെവലിലുള്ള മോനാണ്, ഇതെന്റെ വൈഫിലുള്ള മോനാണ്, എന്നാൽ ഇതെന്റെ ആദ്യ കാമുകിയിലെ മോന്, ഇത് 2ാമത്തെ കാമുകിയിലെ മോന്, ഇത് 3ാമത്തെ എന്റെ ഭാര്യയിലുള്ള മോന് എന്ന് പറയുന്ന അധപ്പതനത്തിന്റെ വേർഡ്, ആ വാക്കുകൾ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിപ്പിക്കല്ലേ. കാരണം നമുക്കൊരു പൈതൃകമുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലൂടെ നമ്മൾ പോകണം. നമ്മുടെ സംസ്കാരം ഏതാണ്? നമ്മുടെ സംസ്കാരം ഏതാണ്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൈപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രണയത്തിലമരുന്ന, അടിപൊളിയായി ജീവിക്കുന്ന, നമ്മുടെ മക്കളെ നല്ല രസകരമായി വളർത്തുന്ന, എപ്പോഴും സന്തോഷകരമായി ജീവിക്കുകയും സന്തോഷകരമായി മരിക്കുകയും ചെയ്യുന്ന. ഇന്ന് നിങ്ങൾ യൂറോപ്പിൽ ജസ്റ്റ് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഹൗ മെനി മസ്ജിദ് ഇൻ യൂറോപ്പ് അല്ലെങ്കിൽ ഹൗ മതി മസ്ജിദ് ഇൻ ജർമ്മനി, നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. ഗൂഗിൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. അറൗണ്ട്
3000 മസ്ജിദ് or 3000 മോസ്ക്, അല്ലെങ്കിൽ 2700-2800 പള്ളികൾ ഇന്നിതാ ഈ പറയുന്ന ജർമ്മനിയിലുണ്ട്. ഞാൻ ആ ജർമ്മനിയിൽ പോയിട്ടുണ്ട്, അവിടുത്തെ മസ്ജിദിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്രാൻസിൽ അടിച്ചു നോക്ക്, 5000-ഓളം പള്ളികൾ അവിടെ കാണാം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയാണ്. UK-യിൽ മാത്രം 600-ഓളം പള്ളികൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻ സമൂഹം വിട്ടുകൊടുത്ത് നമുക്ക് കാണാം. പലതും വാങ്ങിയതും കൊടുത്തതുമൊക്കെയായി. ലോകം പല രാജ്യങ്ങളും ദീനിലേക്ക് മൊത്തത്തിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോ, യഥാർത്ഥമായ ദീനെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ ചില ആൾക്കാർ വഴികെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പോകാതിരിക്കുക, നമ്മുടെ മക്കളെ കരുതലോടെ വളർത്തുക. ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, വിമർശിക്കാൻ നിൽക്കണ്ട. അവരവരുടേതായ ലോകത്തിൽ ജീവിക്കട്ടെ. ഐഡിയോളജിക്കലി നമുക്ക് അവരോട് സംസാരിക്കാം എന്നതല്ലാതെ ഒരു മനുഷ്യനെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. നമുക്ക് പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, 700 കോടി ജനങ്ങളും ഈ ലോകത്തിലുണ്ടെങ്കിൽ 700 കോടി ജനങ്ങളെയും അല്ലാഹുവേ നീ നേർമാർഗത്തിലാക്കണമേ എന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇഹ്ദിനാ വഹ്ദിബിനാ വഹ്ദിന്നാസ ജമീഅ റബ്ബനാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഇഹ്ദിനാ വഹ്ദിബിനാ വഹ്ദിന്നാസ ജമീഅ, എനിക്ക് നീ ഹിദായത്ത്, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ, മൊത്തം മാനവരാശിക്ക് നീ നേർമാർഗം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി നമ്മൾ മാറണം. സംഘടനാപരമായ സങ്കുചിതത്വം ഉണ്ടാകരുത്. ആ സംഘടന, ഈ സംഘടന, പരസ്പര വിദ്വേഷങ്ങൾ, തീരുമാനം അല്ലാഹുവിലേക്ക് വിട്. ആരൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരു ഹദീസാണ്. ഹദീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുഖാരിയിലെ ഹദീസാണ്. ആ ബുഖാരിയിലെ ഹദീസിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ മർഅത്തുൻ സാലിഹ, വിശുദ്ധമാക്കപ്പെട്ട ഒരു പെണ്ണ് നരകത്തിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥയും, ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ, അതിനെ കെട്ടിയിട്ടതിന്റെ പേരിൽ, അങ്ങനെ അത് ചത്തുപോയതിന്റെ പേരിൽ, വെള്ളം കുടിപ്പിക്കാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് പോയ ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെയും, ഒരു നായ വിശന്ന് വന്നപ്പോ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോ ഒരു വ്യഭിചാരിണിയായ പെണ്ണ്, ആ പെണ്ണൊരു ഗ്ലാസ് വെള്ളം എടുത്തെടുത്ത് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ അതിന്റെ ഷൂവിൽ രണ്ടും വരുന്നുണ്ട്, അതിലെടുത്ത് കൊടുത്തതിന്റെ പേരിൽ, ആ നായ ദാഹം മാറ്റിയതിന്റെ പേരിൽ അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് വരുന്നത് ഏതെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന വാർവല കിതാബുകളിലല്ല, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം വിശ്വസിക്കുന്ന സഹീഹ് ബുഖാരി. അതുകൊണ്ട് ആരെപ്പറ്റിയും നമ്മൾ വിധി എഴുതണ്ട, അത് അല്ലാഹുവിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇമാമുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദയവ് ചെയ്തിട്ട് ഒരാളെ പറ്റിയും വിലയിരുത്തല്ലേ. കാരണം വിലയിരുത്തൽ അല്ലാഹുവിന്റെ the day of judgment, the day of resurrection, ആ ദിവസത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. അത് അല്ലാഹുവിന്റെ ജോലിയാണ്. അല്ലാതെ ആലിമിങ്ങനെ ഇയാലിമിങ്ങനെ എന്തിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ ഈ ക്യാമറയിലൂടെ ഉച്ചസ്ഥരം വിളിച്ചു പറയട്ടെ, ഞാനൊരു സംഘടനയിലുമില്ല, ഞാനൊരു സംഘടനയിൽ നേതാവുമല്ല, ഞാനൊരു പൊളിറ്റിക്സിലും ഇന്നേ വരെ ഒരു രാഷ്ട്രീയത്തിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, അതിന്റെ ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. എന്നെങ്കിലും അല്ലാഹു മാശറയിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കുമ്പോ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓരോ സംഘടനക്കാരും അതിനനുസരിച്ച് പോയിക്കോ, അതിലൊന്നും നമുക്ക് വിരോധമില്ല. അവരവരുടെ ഉലമാക്കൾ പറയുന്നത് കേൾക്കുക, അതേ അനുസരിച്ച് പോവുക. സമസ്തയാണെങ്കിൽ സമസ്തയിലൂടെ പോവുക. ഞാൻ എല്ലാറ്റിനെയും സകല ഗുലാബിയാക്കിയിട്ട് പറയല്ല. പക്ഷെ ദയവ് ചെയ്തിട്ട് ലോകത്തിലെ ഒരാളെയും വിമർശിക്കാതിരിക്കുക. വിമർശിക്കാൻ തന്നെ ഐഡിയോളജിക്കലി വിമർശിക്കാം, അതല്ലാതെ നമ്മൾ ഇങ്ങനെ പിച്ച് ചീന്തി വലിച്ച് കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട്, മഹല്ലിലെ ഉലമാക്കളോട്, മഹല്ലിലെ ഉമറാക്കളോട് പരസ്പരമുള്ള തല്ലിൽ ഇന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ, ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾക്കിടയിലാണ് നമ്മുടെ ജീവിതം. അവര് പറയുന്നത് പരസ്പരം ഉലമാക്കൾ തല്ലുമ്പോ, പരസ്പരം സംഘടനക്കാര് തല്ലുമ്പോ ഞങ്ങൾ എവിടെ പോകണം സാർ? നിങ്ങൾ എന്ന് പറയുന്ന പുതിയ സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അടിപിടികൾ ഒഴിവാക്കി സുന്ദരമായി പോകാൻ നമുക്ക് പറ്റണം. അതിമനോഹരമായി നമ്മുടെ മക്കളെ വളർത്താൻ പറ്റണം. മദ്രസ പഠനം, സ്കൂൾ പഠനം, ക്യാമ്പസ് പഠനം, സുന്ദരമായ പഠനം, അതിനനുസരിച്ച് അവന്റെ വ്യക്തിത്വം, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം. മക്കൾ വരുമ്പോ സ്വീകരിക്കുന്ന ഉമ്മയെ, മക്കൾക്ക് മുത്തം കൊടുക്കുന്ന ഉമ്മയെ, വികലമല്ലാത്ത ഉമ്മയെ, ഹായ് മെസ്സേജുകൾ മറ്റുള്ളവർക്ക് അയക്കാത്ത, ഏതെങ്കിലും രീതിയിൽ വികലമായ ഭാഷയിൽ സംസാരിക്കാത്ത ഉമ്മയെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഇന്നും ഒരു കുട്ടിയുടേത് കണ്ടു. ലോകത്ത്
ലോകത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആകർഷിച്ച സ്ത്രീ ഏതാണ്? മനുഷ്യകുലത്തിൽ ഏറ്റവും ആകർഷിച്ച സ്ത്രീ എന്ന് ഒരു പാവം കുട്ടിയോട് ചോദിക്കുമ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് മദർ തെരേസയുടെ പേര് പറയാനാണ്. അദ്ദേഹം അതിലേക്കാ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ പിഞ്ചുകുട്ടി പറഞ്ഞത് ആകെ 5 വയസ്സേ ഉള്ളൂ, എൻ്റെ ഉമ്മ എന്നാണ്. ആ ഉമ്മയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഉമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാക്കുകൾ മാറ്റിക്കരുത് നമ്മൾ. ഉമ്മയെ തെറി വിളിക്കുന്ന മക്കളാക്കി മാറ്റരുത് നമ്മൾ. മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. അവരെ നിസ്കാരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ഏറ്റവും നല്ല വഴിയുടേതാക്കണം. ആരെങ്കിലും അസൂയാലുക്കളുണ്ടോ? ആരെങ്കിലും പരസ്പരം തർക്കിക്കുന്നവരുണ്ടോ? അവർക്ക് APJ പറഞ്ഞ കഥ പോലെ നമ്മളൊന്ന് ഉയർന്ന് പറക്കണം. കാക്കക്കൂട്ടം വന്നിട്ട് വീണ്ടും കൊത്താൻ തുടങ്ങും പരുന്തിനെ. പരുന്തൊന്നും കൂടി മുകളിലേക്ക് പറക്കണം. കാക്കയോട് തല്ലുകൂടാൻ നിൽക്കരുത്. കാരണം കാക്കക്കൂട്ടങ്ങൾ അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തി വലിക്കും. കാക്കകൾ പിന്നെയും വരും. അപ്പൊ വീണ്ടും ഉയർന്ന് പറക്കണം. പിന്നെയും ഉയർന്നുയർന്ന് കാക്കകൾക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ പരുന്തായി നമ്മൾ ഉയരണം. തർക്കങ്ങളില്ലാത്ത ഉന്നതമായ ലോകത്തിലേക്ക് നമ്മൾ ഉയരണം. എന്നിട്ട് നമുക്ക് നോക്കാം കാക്കക്കൂട്ടങ്ങളെ. അല്ലാതെ കാക്കക്കൂട്ടത്തോട് ഒരിക്കലും നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും വിരോധികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉയർന്നേ പറക്കണം. ലൈക്ക് ഈഗിൾ, ഒരു പരുന്തിനെ പോലെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.